गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं गुरुपरम्पराम्। ഇവിടെ എല്ലാ വർഷവും കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് കൊളത്തൂർ അദ്വൈതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെയൊരു ധർമ്മപ്രഭാഷണ പരമ്പര നടക്കുന്നുണ്ട്. 1998 ഇതാരംഭിച്ചത്. തുടക്കത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തോട് അനുബന്ധിച്ച് ശ്രീനാരായണ സെൻറ്റിനറി ഹാളിലായിരുന്നു. പക്ഷെ പിന്നീട് കൂടുതൽ ജനപങ്കാളിത്തം വർദ്ധിച്ചപ്പോൾ ഒരു പൊതു മൈതാനത്തിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ വന്നു. അതിനുശേഷമാണ് നമ്മളിവിടെ ഒത്തുകൂടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കുറേ വർഷങ്ങൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള വിചാരമാണ് ചെയ്തത്. ജാനുവരി മാസം ഭഗവത്ഗീത 2-ാം അധ്യായം 1-ാം ശ്ലോകം മുതലുള്ള ഭാഗം ചിന്തിച്ചു. അത് ഏകദേശം 24 or 25 മറ്റോ ശ്ലോകങ്ങൾ ചിന്തിച്ചു എന്ന് തോന്നുന്നു. അവിടുന്ന് അങ്ങോട്ട് 53-ാം ശ്ലോകം വരെ കഴിഞ്ഞ വർഷം ചിന്തിച്ചു. തുടർന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. അതായത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 54 മുതലുള്ള ശ്ലോകങ്ങൾ. ഈ ഭാഗത്തിൻ്റെ സവിശേഷത അത് സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറയുന്ന ഭാഗമാണെന്നതാണ്. ഈ ഒരാഴ്ച ഒത്തുചേരലിൽ എത്ര ചിന്തിക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. എത്തുന്നിടത്ത് എത്തട്ടെ, നിർത്തുന്നിടത്ത് നിർത്താം. ഏതായാലും ചെറിയൊരു പ്രവേശം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ പങ്കെടുത്തവർ തന്നെയും ആ ഭാഗം ഓർമ്മിക്കണമല്ലോ, എന്നാലല്ലേ ഇത് കേൾക്കാൻ പറ്റുമെന്നാണെങ്കിൽ ആ ഭാഗമൊക്കെ റെക്കോർഡ് ചെയ്തത് CD-യിൽ ഇവിടെ ഉണ്ട്. ചില്ലുവാനം കൊടുത്തിട്ട് മേടിക്കുക, എന്നിട്ട് കേൾക്കുക, എന്നിട്ട് ഇതിൻ്റെ ഒരു തുടർച്ച അതുമായിട്ട് അങ്ങോട്ട് ഘടിപ്പിക്കുക. അത് തുടക്കത്തിലേ പറയുക. ഏതായാലും സനാതന
ധർമ്മശാസ്ത്രങ്ങൾ, അവയെ നമുക്ക് ഒതുക്കി പറയാൻ സാധ്യമല്ല. അടിസ്ഥാനമായി നിലകൊള്ളുന്ന വേദം, വേദത്തിൻ്റെ വിസ്തരണമായുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും, അവയിലുള്ള സദാചാര മര്യാദകളെയും നിയമക്രമങ്ങളെയും ഒക്കെ ക്രോഡീകരിച്ചിട്ടുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ, ഇവയിലൊക്കെ പറഞ്ഞ ആശയങ്ങളെ അനേക ആചാര്യന്മാർ വിശദീകരിച്ച ഭാഗങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അനന്തങ്ങളായ ഗ്രന്ഥരാശികളാണ്. സനാതനധർമ്മ മൂലമായ വേദം തന്നെ ആചാര്യന്മാർ പറയാറുണ്ട്, അനന്താഹ വൈ വേദാഹ. വേദങ്ങൾ അനന്തങ്ങളാണ്. ഋക്ക്, യജുസ്, സാമം എന്നീ 3 ലക്ഷണങ്ങളോടുകൂടി 4 ഗ്രന്ഥവിഭാഗങ്ങളിൽ, അതായത് ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നീ 4 ഗ്രന്ഥവിഭാഗങ്ങളിൽ ഓരോന്നിലും തന്നെ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ ഭാഗങ്ങളിൽ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിങ്ങനെയുള്ള അംഗങ്ങളോട് ചേർന്ന് ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം എന്നിങ്ങനെ 5 ഉപവേദങ്ങളാൽ അനുബദ്ധങ്ങളായി നിലകൊള്ളുന്ന വേദമെന്ന ശബ്ദരാശി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വിപുലമാണ്. ഈ വേദമാണ് സനാതനധർമ്മത്തിൻ്റെ മൂലം, അടിസ്ഥാനം. ഈ വേദത്തിലെ ആശയങ്ങളെ അവ വളരെ ദുർഗ്രാഹ്യമാണെന്നതിനാലോ അതിലേക്ക് പ്രവേശിച്ച് പഠിക്കുന്നതിനോ അത്യന്തം തീക്ഷ്ണമായ തപശ്ചര്യയുടെ അനിവാര്യതയുണ്ട് എന്നതിനാലുമൊക്കെ ജനസാമാന്യത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് അനേക കഥകളുടെയും ജീവചരിത്രങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി ആവിഷ്കരിക്കുന്ന സമ്പ്രദായം വന്നു. അതാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും. വാൽമീകി മഹർഷിയാൽ വിരചിതമായ രാമായണവും വ്യാസകൃതമായ മഹാഭാരതവും, വ്യാസകൃതം എന്ന് തന്നെ നാം മനസ്സിലാക്കുന്ന 18 മഹാപുരാണങ്ങളും, അതിൻ്റെ അനുബന്ധങ്ങളായി നിലകൊള്ളുന്ന ഉപപുരാണങ്ങളും എല്ലാം ചേരുമ്പോൾ ഇതിഹാസ പുരാണമെന്ന വാങ്മയം അതിബൃഹത്താണ്. നിശ്ചയമായും വേദത്തോട് ചേർന്ന് ഇതിനെയും മനസ്സിലാക്കണം. അതുകൊണ്ട് പല ആചാര്യന്മാരും ഇതിഹാസ പുരാണങ്ങളെ 5ാമത്തെ വേദമെന്നും പേരിട്ട് വിളിക്കും. ഇതിഹാസ പുരാണാനി പഞ്ചമം വേദ ഉച്യതേ എന്ന്. ഇതിഹാസ പുരാണങ്ങൾ ചേർന്ന് 5ാമത്തെ വേദമാണെന്ന് വിദ്വാൻമാരാൽ പറയപ്പെടുന്നു. അങ്ങനെയുള്ള വൈദിക ശാസ്ത്രം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രപഞ്ച കാരണത്തെ സംബന്ധിച്ചും അണു മുതൽ ബ്രഹ്മാണ്ടം വരെ
വികസിതമായി നിലകൊള്ളുന്ന പ്രപഞ്ചത്തിൻ്റെ സമ്പൂർണ്ണ വ്യവസ്ഥകളെ സംബന്ധിച്ചും വ്യവസ്ഥാപകമായ ശക്തിയെ സംബന്ധിച്ചും തന്നെ സംബന്ധിച്ചുമൊക്കെ മനുഷ്യന് ഏറ്റവും യുക്തിയുക്തമായി ലഭിച്ച സ്വാനുഭൂതിയുടെ നിറവിൽ നിന്ന് സംശയരഹിതമായി ഋഷീശ്വരന്മാർ ഉപദേശിച്ച ആശയങ്ങളാണ് നമുക്കിതിലൂടെയൊക്കെ ലഭിക്കാനുള്ളത്. എന്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്നും മാർഗമെന്നും സുസ്പഷ്ടമായി സംശയത്തിനിടയില്ലാത്ത ഭാഷയിൽ വർണ്ണിക്കുകയാണ് വൈദിക ശാസ്ത്രങ്ങൾ. അത്തരം ശാസ്ത്രങ്ങളുടെ, വൈദിക ശാസ്ത്രങ്ങളുടെ സാരഭൂതമായിട്ടാണ് ഭഗവത്ഗീത മാനിക്കപ്പെടുന്നത്. ഗീത സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ശാസ്ത്രമാണെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം തെറ്റാണ്, അത് ശരിയല്ല. പക്ഷെ അതേ സമയത്ത് അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ സാരഭൂതമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഗീതാശാസ്ത്രത്തിന് സനാതന ധർമ്മശാസ്ത്ര സഞ്ചയത്തിൽ അദ്വിതീയമായ സ്ഥാനമാണ് ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുള്ളത്. ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ സമസ്ത വേദത്തിലും പറയപ്പെട്ട സമ്പൂർണങ്ങളായ അർത്ഥങ്ങളുടെയും സാരത്തെ വീണ്ടും സംഗ്രഹിച്ചാൽ എന്തോ അതാണ് ഭഗവത്ഗീത എന്ന് നമുക്ക് പറഞ്ഞു തരും. സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ ഭൂതം എന്ന്. അതെ, അങ്ങനെയുള്ള വേദസാരമായ ഗീതയിൽ ഉപദേശം ആരംഭിക്കുന്ന അധ്യായമാണ് 2-ാം അധ്യായം. 18 അധ്യായങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ഭഗവത്ഗീത സാരഭൂതമായ ഉപദേശത്തെ മുഴുവൻ തന്നെ 2-ാം അധ്യായത്തിൽ ഒതുക്കിയിട്ടുണ്ട്. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, നോക്കൂ, ഈ ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവുമധികം വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഏറ്റവുമധികം ഭാഷാന്തരം ചെയ്യപ്പെട്ടത് ബൈബിളാണ്. പക്ഷെ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ടത് ഭഗവത്ഗീതയാണ്. എന്നല്ല, ഓരോ ദിവസം കഴിയുന്തോറും തന്നെ ലോകത്തിൽ എല്ലായിടത്തും ഗീതയെ സംബന്ധിക്കുന്ന പഠനങ്ങൾ കൂടുതൽ 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 വർദ്ധിക്കുകയാണ്. പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മേഖലയിലല്ല. അതാണ് അത്ഭുതകരം. വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ ഭഗവത്ഗീതയെ കാണുന്ന വിദ്വാൻമാർ കേവലം ഒരു ധർമ്മശാസ്ത്രമെന്നോ മോക്ഷശാസ്ത്രമെന്നോ ഉള്ള നിലയിൽ നിന്നും മാറി ഭൗതികമായിരിക്കുന്ന വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായി പോലും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ശാസ്ത്രങ്ങളുടെ ഒക്കെ മേഖലയിൽ വലിയ സ്ഥാനം ഇന്ന് ഗീതയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഏതൊരു വ്യവസായത്തിൻ്റെയും അടിസ്ഥാനമായി മാനിക്കപ്പെട്ടിരുന്ന സാമ്പത്തിക മൂലധനം, ഫിസ്ക്കൽ ക്യാപിറ്റൽ എന്നത് ക്രമികമായി വിചാരത്തിന് വിധേയമായി മാറി 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 പല മൂലധന രൂപങ്ങളിലേക്ക് നമ്മുടെ അന്വേഷണം നീളുകയും
അവസാനം ഇപ്പോൾ ഏറ്റവും പ്രധാന മൂലധനം സ്പിരിച്വൽ ക്യാപിറ്റൽ എന്ന് ആംഗല ഭാഷയിൽ വിളിക്കുന്ന ആധ്യാത്മിക മൂലധനമാണ് ഏറ്റവും വലിയ മൂലധനമെന്ന തിരിച്ചറിവിലേക്ക് ഇന്ന് മാനേജ്മെൻറ്റ് ശാസ്ത്രങ്ങൾ ഉയർന്നിരിക്കുന്ന സന്ദർഭത്തിൽ ഗീതയെപ്പോലുള്ള ഉപദേശ ഗ്രന്ഥങ്ങളുടെ പ്രചാരവും പ്രാധാന്യവും ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഭഗവത്ഗീത നമുക്കറിയാം 51.5 നൂറ്റാണ്ടോളമാകുകയാണ് ഗീത ഉപദേശിക്കപ്പെട്ടിട്ട്. 51.5 നൂറ്റാണ്ടെന്ന് തന്നെ പറയാം. ഇത്രയും പ്രാചീനമായൊരു ഉപദേശം സനാതന ധർമ്മശാസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഗീത പ്രാചീനമാണെന്ന് പറയാൻ പറ്റില്ല, നവീനമാണെന്നേ പറയാൻ പറ്റൂ. സനാതന ധർമ്മശാസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഗീത പ്രാചീനമാണെന്ന് പറയാൻ പറ്റില്ല, നവീനമാണെന്നേ പറയാൻ പറ്റൂ. എങ്കിലും ഇന്നത്തെ ഒരു ലോക നിലവാരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 5 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ്, 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപദേശിക്കപ്പെട്ട ഈ ഉപദേശം എങ്ങനെയാണ് നമുക്ക് പ്രസക്തമായി തീരുന്നത്? ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഇതിന് ഉത്തരം കണ്ടെത്തണം. ഇത് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അർജുനൻ്റെ സ്ഥാനത്ത് നമ്മൾ ഓരോരുത്തരും നമ്മളെ പ്രതിഷ്ഠിക്കണം. അർജുനൻ്റെ പ്രശ്നങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഗീത ശ്രവിക്കുമ്പോഴാണ് ഗീത നമ്മിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ എക്കാലവും പ്രസക്തമായൊരു ധർമ്മോപദേശമായി നമുക്ക് ഗീതയെ മനസ്സിലാക്കാൻ കഴിയും. ഈ പറയുന്നത് കൊണ്ട് ഗീത ധർമ്മോപദേശമാണെന്ന് മനസ്സിലാക്കരുത്. അതിനുപരിയാണ് ഗീത. ധർമ്മോപദേശത്തിനും എത്രയോ ഉപരിയുള്ള മോക്ഷോപദേശമാണ് ഗീത. എങ്കിലും ഈ പ്രാഥമിക തലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എക്കാലവും പ്രസക്തമായൊരു ധർമ്മോപദേശം എന്ന് ഗീതയെ കാണാം. അവിടെ എക്കാലവും എന്ന് പറയുമ്പോൾ അവിടെ അല്പം കൂടി പറയാനുണ്ട്. മനുഷ്യൻ വിശേഷബുദ്ധിയോടൊത്തവൻ, യുക്തിബോധത്തോടൊത്തവൻ, വിചാര സാമർഥ്യത്തോടൊത്തവൻ. അതുകൊണ്ട് തന്നെ അവൻ ഒരുപാട് സവിശേഷതകളുണ്ട്. പരമമായ സത്യസാക്ഷാത്കാരത്തിനുള്ള അർഹത, സർവകാരണത്തെ കണ്ടെത്താനുള്ള അർഹത എന്നൊക്കെ നമുക്ക് ഉയർന്ന തലങ്ങളിൽ പറയാം. പക്ഷെ വ്യാവഹാരിക തലത്തിൽ നോക്കുന്ന സമയത്ത് നോക്കൂ, നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് യുക്തിപൂർവം വിചാരം ചെയ്ത് ഒന്നിനെ സ്വീകരിക്കാനുള്ള അധികാരം മനുഷ്യൻ്റെ സവിശേഷതയാണ്. എന്ന് മാത്രമല്ല, എന്തിനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് വിചാരം ചെയ്ത് ഒന്നിനെ സ്വീകരിക്കാനുള്ള അധികാരം. എന്തിനെ നമ്മൾ സ്വീകരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. അതായത് വ്യക്തമായ ഭാഷ പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം ഇന്നലെകളിലെ നമ്മുടെ പ്രയത്നമാണ്. എങ്കിൽ നമ്മുടെ നാളെകളെ സൃഷ്ടിക്കുന്നത്
ഇന്നത്തെ നമ്മുടെ പ്രയത്നമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ ഗീതോപദേശത്തിൽ ഒരിടത്ത് പറഞ്ഞു, നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും ഒരിക്കലും നീ സ്വയം ക്ഷയിപ്പിക്കരുതേ എന്ന്. ഉദ്ധരേതാത്മനാത്മാനം നാത്മാനമവസാദയേത് എന്ന്. നീ നിന്നെക്കൊണ്ട് നിന്നെ ഉയർത്തിയാലും ഒരിക്കലും നീ സ്വയം ക്ഷയിപ്പിക്കരുതേ. അപ്പോൾ ഉയർത്താനും താഴ്ത്താനും അധികാരത്തോടു കൂടിയാണ് നമ്മളുള്ളത്. നല്ലപോലെ പരിശ്രമിച്ച് ജീവിതത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കി നീ സ്വയം ഉയർന്നാലും ഉയർത്തിയാലും. ഇതാണ് ഗീതയുടെ സന്ദേശം. ഈ ഒരു സന്ദേശം നൽകുന്നതിനുണ്ടായ പശ്ചാത്തലം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നു. അർജുനൻ ധീരൻ, മഹാരഥൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിരഥൻ. എന്തുകൊണ്ടും പാണ്ഡവ മധ്യമൻ. സാക്ഷാൽ പരമശിവനോട് പോലും ഒറ്റയ്ക്ക് പൊരുതി സമം പിടിച്ചു നിന്നവൻ. കൗരവ പക്ഷത്തുള്ള സകല പ്രഗത്ഭന്മാരായ യോദ്ധാക്കളും ഒത്തൊരുമിച്ച് വന്ന് ആക്രമിച്ച സമയത്ത് സ്വയം സ്ത്രീവേഷമണിഞ്ഞ് അവരെ മുഴുവൻ തുരത്തി ഓടിച്ചവൻ ധീരൻ, സുധീരൻ. അങ്ങനെയുള്ള അർജുനൻ സർവഥാ സന്നദ്ധനായിട്ടാണ് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വന്നു ചേർന്നത്. യുദ്ധം പാണ്ഡവരെ സംബന്ധിച്ച് അവരിൽ കെട്ടിവെക്കപ്പെട്ടതാണ്. കാരണം യുദ്ധത്തെ ഇല്ലാതാക്കി ശാന്തിപൂർണമായി മുന്നോട്ട് പോകാൻ എന്തെല്ലാം ഉപായങ്ങൾ ചെയ്യണമോ അത് മുഴുവൻ ചെയ്തവരാണ്. എന്തിനേറെ സാക്ഷാൽ ഭഗവാൻ തന്നെ സമാധാന ദൗത്യവുമായി പ്രയത്നിച്ചതാണ്. പക്ഷേ അത്തരം സമാധാന ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടപ്പോൾ ധർമ്മശാസ്ത്രങ്ങൾക്കനുസരിച്ച് യുദ്ധം അനിവാര്യമായി തീർന്നപ്പോൾ നിർബദ്ധരായി തീർന്നു പാണ്ഡവർ യുദ്ധത്തിന്. അങ്ങനെ യുദ്ധഭൂമി തെരഞ്ഞെടുത്തു. രണ്ട് വിഭാഗവും സമ്മതിച്ച ഭൂമി, സർവലക്ഷണയുക്തമായ യുദ്ധഭൂമി. അവിടത്തേക്ക് ഇരു വിഭാഗങ്ങളും യുദ്ധസന്നദ്ധരായി വന്നു ചേർന്നു. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് അധികാരത്തിൻ്റെ ധനവും ആൾബലവും തണലും എല്ലാം ഉണ്ടായിട്ടും 11 അക്ഷൗഹിണി സൈന്യം ധാർത്തരാഷ്ട്രന്മാർ സ്വരൂപിച്ചപ്പോൾ ഇതൊന്നുമില്ലാഞ്ഞിട്ടും 7 അക്ഷൗഹിണി സൈന്യം സ്വരൂപിക്കാൻ പാണ്ഡവന്മാർക്ക് സാധിച്ചു. അത് വലിയ വിജയമാണ്. അധികാരത്തിൻ്റെ തണലും ധനവും കരുത്തും എല്ലാം ഉണ്ടായിട്ടും ധാർത്തരാഷ്ട്രന്മാർ 11 അക്ഷൗഹിണി സൈന്യം സ്വരൂപിച്ചപ്പോൾ ഇതൊന്നുമില്ലാത്ത പാണ്ഡവർ 7 അക്ഷൗഹിണി സൈന്യം സ്വരൂപിച്ചു എന്ന് പറഞ്ഞത് ചെറിയൊരു വിഷയമല്ല. ഇവിടെ ഏറ്റവും അധികം പാണ്ഡവപക്ഷത്തിലേക്ക് സൈന്യസന്നാഹം ചെയ്തവൻ അർജുനനായിരുന്നു. അത് പ്രത്യേകം പറയാനാണ് ഈ പറഞ്ഞത്. അങ്ങനെയുള്ള അർജുനൻ യുദ്ധസന്നദ്ധനായി. തങ്ങൾ യുദ്ധസന്നദ്ധരായെന്ന് പാണ്ഡവർ ലോകത്തെ അറിയിക്കുന്ന സമയത്ത് പാണ്ഡവരിൽ നിന്ന് ആദ്യമായി ശംഖനാദം മുഴക്കി അത് അറിയിച്ചത് അർജുനനാണ്. പാണ്ഡവ പക്ഷത്ത് നിന്ന് ഭഗവാനാണ്, പക്ഷെ പാണ്ഡവരിൽ നിന്ന് അർജുനനാണ്.
അങ്ങനെ യുദ്ധം സമാരംഭിക്കുകയാണ്. അർജുനൻ തൻ്റെ വില്ലിൻ്റെ ഞാണെല്ലാം വലിച്ചു കെട്ടി ശസ്ത്രസമ്പാദത്തിന് തയ്യാറായി. ആ സമയത്ത് തൻ്റെ വാഹനം ഓടിക്കുന്ന ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്, ഹേ കൃഷ്ണ, എൻ്റെ രഥത്തെ 2 സൈന്യത്തിൻ്റെയും നടുക്ക് കൊണ്ടുപോയി നിർത്തുകയെന്ന്. ഇത് വളരെ വലിയൊരു കാഴ്ചപ്പാടാകട്ടോ. പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാഴ്ചപ്പാടാണിത്, നടുക്ക് നിർത്തുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ഏതെങ്കിലും പക്ഷത്തോട് ചാഞ്ഞാണ് നിൽക്കുക. അതെ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എപ്പോഴും നമുക്ക് നടുക്ക് നിന്ന് അപഗ്രഥിക്കാൻ സാധിക്കണം. പലപ്പോഴും സാധിക്കാറില്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, എൻ്റെ ഇത്, എൻ്റെ അത്, ഈ എൻ്റെ എന്നുള്ളത് വരുമ്പോൾ നിഷ്പക്ഷമായി മധ്യത്തിൽ നിന്ന് അപഗ്രഥിക്കാനുള്ള സാമർഥ്യം നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ അർജുനൻ ഇവിടെ അത് നഷ്ടപ്പെട്ടിട്ടില്ല. അർജുനൻ ആവശ്യപ്പെട്ടു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. എന്തിന്, എത്ര നേരം എന്നും പറഞ്ഞു. അത്രയും നേരം നിർത്തിക്കൊള്ളണം, ഞാൻ ആരോടൊക്കെ കൂടെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ശരിക്കൊന്ന് കാണട്ടെ, അതുവരെ. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുരുക്ഷേത്ര യുദ്ധഭൂമി 64 കിലോമീറ്റർ നീളവും 64 കിലോമീറ്റർ വീതിയുമുള്ള വിശാലമായ യുദ്ധഭൂമിയാണ്. എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി നിർത്താമായിരുന്നു രഥത്തെ. എന്നാൽ ഭഗവാൻ എവിടെയാണ് കൊണ്ടുപോയി നിർത്തിയത്? ആരെയൊക്കെ കണ്ടാൽ അർജുനൻ വികാരവിവശനാകുമോ, ആരെയൊക്കെ കണ്ടാൽ അർജുനൻ മമത്വാവിഷ്ടനാകുമോ, ആരെയൊക്കെ കണ്ടാൽ അർജുനൻ വിഷാദഗ്രസ്തനാകുമോ, അവരുടെ നടുക്ക് അവിടെ കൊണ്ടുപോയി നിർത്തി. ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരുടെ മുമ്പിൽ. ഇനി അഥവാ തൻ്റെ ഉദ്ദേശം ഫലിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ എന്തോ ഭഗവാൻ പറഞ്ഞു, ഹേ പാർത്ഥ, നിന്റെ വംശക്കാരെ കണ്ടോളൂ കേട്ടോ. വംശക്കാരെ കാണട്ടെ എന്നല്ല അർജുനൻ ചോദിച്ചത്. ആരോടൊക്കെ കൂടെ യുദ്ധം ചെയ്യണോ അവരെ കാണട്ടെ എന്നായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, പാർത്ഥ പശ്യ ഏതാൻ സമവേതാൻ കുരൂൻ. ഒത്തുചേർന്ന നിന്റെ വംശക്കാരെ കണ്ടുകൊള്ളൂ. അർജുനൻ നോക്കി, കണ്ടു, സർവത്ര ബാന്ധവന്മാർ. ഞാൻ ഇവരുടേത്, ഇവരെൻ്റേത്. ഈ മമത്വബുദ്ധി അർജുനനിലേക്ക് കുടിയേറിയതോടുകൂടി അർജുനൻ്റെ ധർമ്മബോധം വികലമായി തീരുകയാണ്. അതെ, മധ്യത്തിൽ നിലകൊണ്ട് അപഗ്രഥിക്കാൻ ആഗ്രഹിച്ച അർജുനന് മധ്യത്തിൽ നിലകൊള്ളാൻ സാധിക്കാതെ വരികയാണ്. നമുക്കൊക്കെ സംഭവിക്കുന്നതാണ്. അറിയാതെ എൻ്റെകൾക്ക് നമ്മൾ വശകരാവുന്നു. അങ്ങനെ എൻ്റെകൾക്ക് വശകരാവുമ്പോൾ നിഷ്പക്ഷമായി ധർമാചരണം ചെയ്യാനോ ധർമ്മത്തെ നിരൂപണം ചെയ്ത് മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കാതെ വരുന്നു. അർജുനനും അത് തന്നെ സംഭവിച്ചു. അങ്ങനെ ദേഹാംഗങ്ങൾ തളർന്ന് വായവറ്റി വരണ്ട് ശരീരം മുഴുവൻ വിറച്ച് ശിഥിലമായ ദേഹത്തോടുകൂടെ തല കറങ്ങുന്ന അർജുനൻ ഒന്നുകൂടി തിരിച്ചറിഞ്ഞു. തൻ്റെ കയ്യിലെ വില്ലും വിറയ്ക്കുന്നു. ഒരിക്കലും ക്ഷത്രിയന് സംഭവിക്കരുതാത്തതാണ്. തല പോകാം, മരിച്ചു പോകാം, പക്ഷെ കയ്യിലെ ആയുധം ഇളകാൻ പാടില്ല. അതും സംഭവിച്ചു.
അനന്തരം അർജുനൻ തൻ്റെ തീരുമാനം പുനഃപരിശോധിക്കുകയാണ്. ആർക്കു വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നതും ധനം തുടങ്ങിയവയെ ആഗ്രഹിക്കുന്നതും അവരാണല്ലോ ഇവിടെ എതിരിടാൻ വന്നിട്ടുള്ളത്. ഇതെന്തൊരു മഹാപാപമാണ് നമ്മൾ ചെയ്യാൻ ഒരുങ്ങിയത്. ദുര്യോധനൻ തുടങ്ങിയവർക്ക് വിവരമില്ല. വിവരമില്ലാത്തതുകൊണ്ട് അവർ ബന്ധുക്കളെ നശിപ്പിക്കുന്നതിലും മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലും ഒന്നും ഒരു തെറ്റും കാണുന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മൾ വളരെ വിവരമുള്ളവരല്ലേ. വിവരമുള്ളവരാകുമ്പോൾ എല്ലാം സഹിക്കുകയല്ലേ വേണ്ടത്. ചിന്തിക്കുക, അതല്ലേ വിവരത്തിൻ്റെ ലക്ഷണം. എന്നൊക്കെ പറഞ്ഞ് തൻ്റെ ധർമാചരണത്തിൽ നിന്നുള്ള പിന്തിരിയലിന് ഉദാത്തമായ ഒരു മുഖം മൂടി അണിയിച്ച്, സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും ഒക്കെ മുഖം മൂടി അണിയിച്ച് ന്യായീകരിക്കുകയാണ്. ആരുടെ മുമ്പിൽ? സർവജ്ഞനായ ഭഗവാന്റെ മുമ്പിൽ. ഭഗവാൻ ഒരക്ഷരം മിണ്ടിയില്ല, എല്ലാം കേട്ടിരുന്നു. എന്നിട്ട് തൻ്റെ കർമ്മോപാധി താഴെ വെച്ച്, അമ്പും വില്ലും താഴെ വെച്ച്, വളരെ ശ്രദ്ധിക്കണം, അമ്പും വില്ലും താഴെ വെച്ച് നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടുകൂടി അർജുനൻ ഇരിക്കുക. അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ട്, ഹേ കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യാൻ വന്നവനാണ്. യുദ്ധം ധർമ്മയുദ്ധമാണെന്നും എനിക്കറിയാം. പക്ഷേ ഇപ്പം എനിക്ക് തിരിച്ചറിവ് കൈവന്നിരിക്കുന്നു, ഇതിലൊന്നും ഒരർത്ഥവും ഇല്ലാതെ. അതുകൊണ്ട് ഞാനിതെല്ലാം ഉപേക്ഷിച്ച് സന്യസിക്കുകയാണ് എന്ന് അർജുനൻ പറഞ്ഞിരുന്നെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അനുമോദിക്കുമായിരുന്നു. ഒരു സംശയം പറയുന്നതിനില്ല. കുരുക്ഷേത്രത്തിൽ നിന്ന് ഇനിയിപ്പോൾ ഹിമാലയത്തിലേക്കാറ്റ പോകണമെങ്കിലുള്ള വണ്ടിക്കൂലിയും കൊടുക്കുമായിരുന്നു ഭഗവാൻ. അതിന് മടിയുള്ളവനല്ല. പക്ഷേ അർജുനൻ പുഞ്ചിരിച്ചുകൊണ്ടല്ല ഇരിക്കണത്. അശ്രുപൂർണാകുലക്ഷണം, വിഷീദന്തം, അങ്ങനെയായിരിക്കുന്നേ. ധാരധാരയായി കണ്ണീരൊഴുകുകയാണെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ട്. അതുമില്ല, നിറഞ്ഞിങ്ങനെ ദപ്പ അങ്ങോട്ട് വീഴും എന്നുള്ള നിലയ്ക്ക് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ വികാര തീവ്രതയെ കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള നിറ കണ്ണുകളോടുകൂടിയിരിക്കുന്ന അർജുനൻ അമ്പും വില്ലും താഴെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്തു. എന്താ പ്രതിജ്ഞ? എനിക്ക് പ്രതികാരബുദ്ധിയുമില്ല, ഞാൻ ആയുധോട്ട് എടുക്കുകയില്ല. അങ്ങനെയുള്ള എന്നെ ധാർത്തരാഷ്ട്രന്മാർ കൊന്നുകൊള്ളട്ടെ, നല്ലതിനായിരിക്കും എന്നും പറഞ്ഞ് അമ്പും വില്ലും താഴെ വെച്ച് അവിടെ ഇരുന്നു രഥത്തട്ട്. ശ്രദ്ധിക്കുക, ഈ അർജുനൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അധഃപതനത്തിന് കാരണമായി അവതരിച്ചുകൊണ്ടേയിരുന്നില്ലേ? ഈ അർജുനൻ്റെ സാന്നിധ്യങ്ങളല്ലേ ഭാരതത്തെ പലപ്പോഴും അടിമത്തത്തിൻ്റെ ആഴക്കയങ്ങളിലേക്ക് എത്തിച്ചത്? ചിന്തിക്കുക. ഏതായാലും സനാതനധർമ്മം, സനാതനമായ ധർമ്മമെന്നും സനാതനസ്യ ധർമ്മമെന്നും പറയാവുന്നതാണ്. സനാതനന് അവിടെ ഇടപെടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭഗവാൻ ചോദിച്ചു, കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മാസ്മഗമപാർത്ഥ
നൈതത്വയ്യുപപദ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് ജാനുവരി 12 അന്താരാഷ്ട്ര യുവജന ദിനം. വിവേകാനന്ദ സ്വാമികളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചിട്ടുള്ള ജന്മദിനം. ഈ സന്ദർഭത്തിൽ സ്വാമിജിയെ ഓർക്കുകയാണ് ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ. ഭാരതത്തിൻ്റെ തനത് സന്ദേശത്തെ ഏറ്റവും ശക്തമായി ലോകത്തിൽ അവതരിപ്പിച്ച് തിരികെ വന്ന സ്വാമിജി തനിക്ക് നിർവഹിക്കാനുള്ള മഹാദൗത്യത്തെ രാമകൃഷ്ണ പ്രസ്ഥാനങ്ങളെ സ്ഥാപിച്ചുകൊണ്ട് ആരംഭിച്ചു. ധാരാളം ജിജ്ഞാസുക്കൾ വന്നു ചേർന്നു. അങ്ങനെ വന്നു ചേർന്ന ശിഷ്യന്മാർ ഒരിക്കൽ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി, ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്? വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, ഗീതയിൽ എല്ലാ ശ്ലോകങ്ങളും പ്രധാനമാണ്, അപ്രധാനമായിട്ടൊരു ശ്ലോകവും ഇല്ല. എങ്കിലും ഇന്നത്തെ ഭാരതത്തെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച്, ഈ രണ്ട് വാക്യങ്ങളും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഭാരതത്തെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞു തരാം. യാതൊന്ന് പഠിച്ചാൽ ഗീത മുഴുവൻ പഠിച്ചതിന് തുല്യമായോ എന്ന മുഖവുരയോടുകൂടി ഈ ശ്ലോകങ്ങളെയാണ് പരിചയപ്പെടുത്തിയത്. അതിൽ ഇന്നത്തെ ഭാരതത്തെ സംബന്ധിച്ചെന്ന് 1897 കാലഘട്ടത്തിൽ സ്വാമിജി പറഞ്ഞപ്പോൾ ഇന്നും അത് പ്രസക്തമല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഉള്ളിൽ എത്ര പരിവർത്തനം ഇന്നും സംഭവിച്ചിട്ടുണ്ട് എന്നാലോചിച്ചിട്ട്. 2, നിങ്ങളെ സംബന്ധിച്ചെന്ന് ഈ സമാജ സേവനം, ഈശ്വരോപാസന രണ്ടും ഒരുപോലെ വ്രതമായി ദീക്ഷിച്ച ജിജ്ഞാസുക്കളെ, ബ്രഹ്മചാരിമാരെ സംബന്ധിച്ച് പ്രസക്തം എന്ന് പറഞ്ഞത് നമുക്കും പ്രസക്തം തന്നെയല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ, എടാ നിനക്ക് എവിടുന്ന് വന്നു എന്നിനും കൊള്ളായ്മ? കുത്തഹത്വായുധം കശ്മലം, നിനക്ക് ഈ ഒന്നിനും കൊള്ളായ്മ എവിടുന്ന് വന്നടാ? ഇത് ശ്രേഷ്ഠന്മാർക്ക് യോജിച്ചതല്ല, ഇത് സ്വർഗഹേതുവല്ല, ഇത് അകീർത്തികരമാണ്. നീ നപുംസകത്വത്തെ പ്രാപിക്കല്ലേ. ഹേ പാർത്ഥ, നിനക്കിത് ചേരുന്നില്ല. നിന്റെ അമ്മയെ ഓർത്തെങ്കിലും നീ ഒന്ന് നിവർന്ന് നിൽക്കും. അമ്മയെ ഓർത്തെങ്കിലും. അതാ പാർത്ഥ എന്ന് വിളിക്കുന്നത്, പൃഥയുടെ മകനെ. നമ്മെ അങ്ങേയറ്റം ക്ഷയിപ്പിക്കുന്ന ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് എഴുന്നേൽക്കൂ. ഭഗവാന്റെ ഈ 2 ശരങ്ങൾ പോലുള്ള വാക്യങ്ങൾ കേട്ട അർജുനൻ തൻ്റെ നിഗമനങ്ങളൊക്കെ തെറ്റിപ്പോയല്ലോ മനസ്സിലാക്കി. തൻ്റെ നിർണയങ്ങളെ ഒന്നും ഭഗവാൻ അംഗീകരിച്ചില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ ശരി? താൻ ദീർഘമായ പ്രസംഗം ഭഗവാന്റെ മുമ്പിൽ ചെയ്തത് മുഴുവൻ പൊളിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്താ ശരി? അറിഞ്ഞേ നോക്കൂ. അർജുനനുള്ളിൽ പരിവർത്തനം വരികയാണ്. അർജുനൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടന്ന ജിജ്ഞാസുമെല്ലാം പുറത്തേക്ക് വരികയാണ്.
ആ ജിജ്ഞാസു ഭഗവാനോട് ചോദിച്ചു, കാർപ്പണ്യദോഷോപഹതസ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാം നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാ പ്രപന്നം. അജ്ഞാനമാകുന്ന ദോഷത്താൽ മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു. അജ്ഞാനമാകുന്ന ദോഷത്താൽ മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ. ഇവിടെ ചിന്തിക്കുക, എന്താണ് നമ്മുടെയൊക്കെ സ്വഭാവം എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കണില്ല, കടന്നു കഴിഞ്ഞാൽ വിഷയത്തിലേക്ക് പ്രവേശിക്കാനാവില്ല. നമ്മുടെ സ്വഭാവം ആനന്ദ സ്വഭാവമാണ്, പരമാനന്ദ സ്വഭാവമാണ്. ഈ പരമാനന്ദ സ്വഭാവത്തെ തിരിച്ചറിയാതെ നമ്മൾ താത്കാലികങ്ങളായ സുഖങ്ങൾക്ക് വേണ്ടി അങ്ങും നെട്ടോട്ടമോടുകയാണ്. ഓ, അജ്ഞാനമാകുന്ന ദോഷം കൊണ്ട് മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയ ഞാൻ. വേറൊരു പ്രകരണത്തിൽ ധർമ്മസമ്മൂഢനായ ഞാൻ, കർത്തവ്യമെന്ത് അകർത്തവ്യമെന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഉഴറുന്ന ഞാൻ. ഇതാ നിന്നോട് ചോദിക്കുന്നു, ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. ശ്രേയസ് എന്താച്ചാ അത് നിശ്ചയിച്ചുറപ്പിച്ച് എന്നോട് പറഞ്ഞു തരൂ. ശ്രദ്ധിക്കണേ, നിശ്ചയിച്ചുറപ്പിച്ച്. അങ്ങനെയാവാം ഇങ്ങനെയാവാമെന്ന് പറഞ്ഞു തരാൻ ഗുരുവിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മധ്വാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രാമാനുജാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കാൻ ഗുരുനാഥൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു നല്ല സ്കോളേഴ്സിൻ്റെ അടുത്ത് ആരെടുത്ത് പോയാലും മതി. ഗുരുനാഥൻ്റെ അടുത്ത് പോണത് നിശ്ചയിച്ചുറപ്പിച്ച് കേൾക്കാനാണ്. പറഞ്ഞു തരൂ, ഞാനങ്ങയിൽ സമർപ്പിതനായിരിക്കുന്നു എന്നും പറഞ്ഞങ്ങോട്ട് സമർപ്പിച്ചു. ഇവിടെ വാസ്തവത്തിൽ അർജുനൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജിജ്ഞാസുവെ ഭഗവാൻ തട്ടി ഉണർത്തിയതാകട്ടോ. ശ്രേയസ്സല്ലേ അപേക്ഷിച്ചത്, ഒപ്പത്തിനൊപ്പം ധർമ്മസമ്മൂഢതയെ മാറ്റാനും അപേക്ഷിച്ചു. ശ്രേയസ് പരമാത്മജ്ഞാനം കൊണ്ട് മാത്രമേയുള്ളൂ. തൻ്റെ ആത്മസാക്ഷാത്കാരം കൊണ്ട് മാത്രമേ മനുഷ്യന് ശ്രേയസ്സുള്ളൂ. ഇതറിയുന്ന ഭഗവാൻ ആത്മജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത്. ധർമ്മസമ്മൂഢതയകന്നവനെ ഈ തത്വസാക്ഷാത്കാരം നേടാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് മാർഗമായ ധർമ്മത്തെയും ഭഗവാൻ ഉപദേശിച്ചു. മാർഗമായ ധർമ്മം, ലക്ഷ്യമായ പരമാത്മ സാക്ഷാത്കാരം. ഇതാണ് ഗീതയുടെ വിഷയം. അവിടെ ആദ്യം തന്നെ പരമമായ ശ്രേയസ്സിനെ ഉപദേശിക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ സുഖവും ദുഃഖവും മാനവും അപമാനവും ശീതവും ഉഷ്ണവും എന്ന് വേണ്ട പല ദ്വന്ദ്വങ്ങളെ ഏറ്റെടുത്തുഴറുകയാണ് ഈ സംസാരത്തിൽ. എന്തേ കാരണം? നമ്മൾ എന്തിനോടാണ് താതാത്മ്യപ്പെടുന്നത്? നമ്മൾ എന്തിനെയാണ് നാം എന്ന് മനസ്സിലാക്കുന്നത്? ഉണ്ടായി നശിച്ചു പോകുന്ന ഈ സാധനത്തെയാണോ? മജ്ജ, മാംസം, അസ്ഥി, മലം, മൂത്രം, രക്തം, കഫം, പിത്തം, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഈ സാധനം, ഇത് ജനിച്ചതും അതുകൊണ്ട് തന്നെ മരിക്കുന്നതുമാണ്. ഇതിനോടാണോ നമ്മൾ താതാത്മ്യപ്പെടുന്നത്? എങ്കിൽ ദുഃഖം നിർബന്ധമാണ്. അല്ല അർജുന, ഇതല്ല നിന്റെ സ്വരൂപം. ജന്മമോ മരണമോ ഇല്ലാത്ത സച്ചിദാനന്ദ സ്വരൂപമാണ്. പരമസത്യം ഏകമാണ്, അദ്വിതീയമാണ്, അപരിമിതമാണ്. അതുകൊണ്ട് നാം നമ്മിൽ കൽപ്പിച്ചു വെച്ചിട്ടുള്ള എല്ലാ പരിമിതികളെയും, ഒന്നുകൂടി സ്പഷ്ടമായ ഭാഷയിൽ പറഞ്ഞാൽ, അജ്ഞാനത്താൽ കൽപ്പിച്ചിട്ടുള്ള എല്ലാ പരിമിതികളെയും നീ അതിക്രമിക്കൂ. അത് അതിക്രമിക്കാനുള്ള മാർഗം ഒന്നേയുള്ളൂ, ഞാൻ അപരിമിത സ്വരൂപനാണെന്ന് തിരിച്ചറിയുക.
ജന്മമോ മരണമോ പരിവർത്തനമോ ഇല്ലാത്ത കേവല ആനന്ദ സ്വരൂപമാണ് താനെന്ന് നീ തിരിച്ചറിയൂ. ആവർത്തിച്ച് ഭഗവാൻ പറഞ്ഞു. ആ തിരിച്ചറിവിൽ സർവവ്യവഹാരങ്ങളും സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളും താനേ കൊഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്. അതും ഭഗവാൻ ആവർത്തിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ ശേഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. എങ്ങനെ ഈ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ ഉയരും? അവിടെ സാധനാതലത്തെയും ഭഗവാൻ ഉപദേശിച്ചു. ചിത്തശുദ്ധിക്കായിക്കൊണ്ട് കർമാചരണം ചെയ്യേണ്ടുന്നതിനെ ഭഗവാൻ ഉപദേശിച്ചു. അങ്ങനെ ഏകവും അദ്വിതീയവും ജന്മമരണരഹിതവുമായ സത്യമാണ് താനെന്ന തിരിച്ചറിവിൽ സകല ദുഃഖങ്ങളും ഇല്ലാതാകുന്നു. ഈ ആത്യന്തിക ദുഃഖനിവൃത്തിയുടെ ഉപായം പറഞ്ഞ ഭഗവാൻ അതിലേക്ക് ആരോഹണം ചെയ്യുന്നത്, അതിലേക്ക് ഉയരുന്നതിനോ എങ്ങനെ നിഷ്കാമ കർമാചരണം ചെയ്യണമെന്നും ഉപദേശിച്ചു. ഇതൊക്കെ വീണ്ടും ഇപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇവിടെ ചിന്തിച്ച വിഷയങ്ങളാണ്. അങ്ങനെ ഉപദേശിച്ച ഭഗവാൻ അവസാനം പറഞ്ഞു വെച്ചു, യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യത്തെ തദാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രുതി വിപ്രതിപന്നാതേ യദാ സ്ഥാസ്യത്തെ നിശ്ചലാ സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം അവസാനം പറഞ്ഞു വെച്ച ഭാഗം. അതെന്താ? ഹേ അർജുന, നിന്റെ ബുദ്ധി ഉണ്ടല്ലോ മോഹകലിലമാണ്, മോഹകലുഷിതമാണ്. ശരിയെന്ത് തെറ്റെന്തെന്ന് തിരിച്ചറിയാത്ത മോഹത്താൽ കലങ്ങി മറിഞ്ഞതാണ്. ഈ മോഹത്താൽ കലങ്ങി മറിഞ്ഞ നിന്റെ ബുദ്ധി എപ്പോഴാണോ ഈ കലക്കത്തെ, ഈ കാലുഷ്യത്തെ അതിക്രമിക്കുന്നത്, ശുദ്ധമാകുന്നത്, സ്വച്ഛമാകുന്നത്, അപ്പോ ഈ ലോകത്തിൽ അനുഭവിച്ചതിനെയും ഇനി അനുഭവിക്കാനിരിക്കുന്നതിനെയും സംബന്ധിച്ച സകല ആഗ്രഹങ്ങളിൽ നിന്നും നീ മുക്തനായി തീരും. പിന്നെ അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നുള്ള പലതിനെ സംബന്ധിച്ചുള്ള ശ്രവണങ്ങളാൽ വിവിധ പ്രതിപത്തിയോടുകൂടിയ നിന്റെ ബുദ്ധി എപ്പോൾ ഏകമായ അദ്വിതീയമായ ആത്മസ്വരൂപത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ അപ്പോൾ നീ പരമമായ യോഗത്തെ, പരാംശാന്തിയെ, പരമമായ ആത്മവിജ്ഞാനത്തിൻ്റെതായ ആ നിർവൃതിയെ നീ പ്രാപിക്കും. ഇതാ പറഞ്ഞു വെച്ച്. ഇതെന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിശദീകരണം നേരത്തെ പറഞ്ഞു, അതൊക്കെ കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വീണ്ടും ഇപ്പോൾ പറയാൻ വയ്യ. അപ്പം നമ്മൾ അത് തന്നെ പറഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരിക്കും, അത് വയ്യ. ഇവിടെ നമ്മൾ പതുക്കെ ഈ പ്രാവശ്യം എടുക്കേണ്ട വിഷയത്തിലേക്ക് പ്രവേശിക്കുക. നോക്കൂ, എത്ര ഉയർന്ന തത്വചിന്തയായാലും അപ്രായോഗികമായ എന്തെങ്കിലും സിദ്ധാന്തങ്ങളെ കൊണ്ട് പ്രയോജനമില്ല. എത്ര ഉയർന്ന തത്വചിന്തയോ ആവട്ടെ, അത് അപ്രായോഗികമാണെങ്കിൽ, അത് നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയില്ലെങ്കിൽ, അതിന് പ്രായോഗികത ഇല്ലെങ്കിൽ സിദ്ധാന്തം കൊണ്ട് എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഭഗവാൻ ഈ ഉപദേശിച്ചതൊക്കെ ഉണ്ടല്ലോ, ഇത് പ്രയോഗത്തിൽ വരുമോ? വന്നാൽ അയാൾ എങ്ങനെ ഇരിക്കും?
ഈ ഉപദേശഭാഗങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വന്ന ഒരു മഹാപുരുഷൻ എങ്ങനിരിക്കും? അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്, ആര്, എന്താണ് അയാളുടെ ലക്ഷണം, ഇതൊക്കെ അറിയണ്ടേ? ഇവിടെ സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ വലിയൊരു സവിശേഷതയിലേക്ക് വിരൽ ചൂണ്ടട്ടെ. യുക്തി വിചാരത്തിനുള്ള സ്വാതന്ത്ര്യം. അതാണ് യുക്തി വിചാരത്തിനുള്ള സ്വാതന്ത്ര്യം. മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ്. അതവൻ്റെ സവിശേഷതയാണ്. അവന് പല മേഖലകളുണ്ടാവാം. അവന് വിശ്വാസത്തിൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ടാവാം. തീർച്ചയായിട്ടും വേണം, വിശ്വാസം വേണം. വിശ്വാസം വേണ്ടെന്നൊന്നും പറയില്ല. പക്ഷെ എല്ലാ കാലവും എല്ലായ്പ്പോഴും അവൻ വിശ്വാസത്തിലൊന്നും ഇരിക്കില്ല. യുക്തിപൂർവകങ്ങളായ ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്ന് വരും. എന്തെങ്കിലും വിശ്വാസത്തിൻ്റെ പേരിൽ അത്തരം യുക്തിപൂർവങ്ങളായ ചോദ്യങ്ങളെ അടിച്ചമർത്തുക അസാധ്യമാണ്. ഇവിടെയാണ് സനാതനധർമ്മവും വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതങ്ങളായ മതങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം. അവിടെ പറഞ്ഞത് വിശ്വസിച്ചോളുക, അത് അപ്പടി തന്നെ സ്വീകരിച്ചോളുക, അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചോദിക്കാൻ പാടില്ല. എന്നാൽ സനാതന ധർമ്മശാസ്ത്രങ്ങൾ യുക്തികുശലൻ്റെ പ്രശ്നങ്ങളെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ തന്നെ ഭഗവത്ഗീതയുടെ ഉപദേശഭാഗം 2-ാം അധ്യായം 11-ാം ശ്ലോകം മുതൽ 53-ാം ശ്ലോകം വരെയേ ഉള്ളൂ. കഴിഞ്ഞു, ഗീതോപദേശം കഴിഞ്ഞു. എന്താ സ്വാമി പറയണത്? അപ്പോൾ 18 അധ്യായങ്ങളില്ലേ? ഈ 2-ാം അധ്യായം 54-ാം ശ്ലോകം മുതൽ 18-ാം അധ്യായം വരെ ഗീതയെ നീട്ടിക്കൊണ്ടുപോകുന്നത് അർജുനൻ്റെ ചോദ്യങ്ങളും അവയ്ക്ക് ഭഗവാന്റെ മറുപടിയുമായിട്ടാണ്, അല്ലാണ്ട് ഉപദേശമല്ല. ഉപദേശം കഴിഞ്ഞു ഇവിടെ 53-ാം ശ്ലോകത്തോടു കൂടി. ഇനിയുള്ളത് മുഴുവൻ സംശയങ്ങളും മറുപടികളും സംശയങ്ങളും മറുപടികളുമാണ്. അതാണ് സനാതനധർമ്മത്തിൻ്റെ പാഠന സമ്പ്രദായം. എന്തുകൊണ്ടെന്നാൽ ഇത് യുക്തിബോധത്തെ അംഗീകരിക്കുന്നു. എവിടെ ശാസ്ത്രീയതയുണ്ടോ അവിടെയേ യുക്തിബോധത്തെ അംഗീകരിക്കൂ. കേവലം വിശ്വാസത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല. വിശ്വാസം വേണം, തീർച്ചയായിട്ടും വേണം. നമുക്കൊക്കെ വിശ്വാസം ആവശ്യമാണ്. ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് വിശ്വാസത്തിൻ്റെ മുകളിലാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിശ്വാസത്തിന് മുകളിലാണ് നിലകൊള്ളുന്നത്, അന്ധവിശ്വാസത്തിൻ്റെ മുകളിൽ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്നൊക്കെ പറയാറുണ്ട്, വിഡ്ഢിത്തം അല്ലാണ്ടൊന്നും പറയാനില്ല. അന്ധവിശ്വാസങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കാൻ നിയമം കൊണ്ടുവരികയാണ് ഇപ്പം. ബില്ല് അവതരിപ്പിച്ചോന്നറിയില്ല നിയമസഭയിൽ. ഇന്നാണോ നാളെയാണോ എന്നറിയില്ല. എത്ര പേര് അറിഞ്ഞു അതൊക്കെ? അതും അറിഞ്ഞിട്ടില്ലേ? അതായത് ജനങ്ങളുടെ മുഴുവൻ അന്ധവിശ്വാസത്തൊരു നിയമം മൂലം ഇല്ലാണ്ടാക്കി കളയണം. ഒറ്റ നിയമം കൊണ്ട് മുഴുവൻ അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ പോവുകയാണ്. എടേ, ലോകം മുഴുവൻ അന്ധവിശ്വാസത്തിൻ്റെ മുകളിലാണ് നിലകൊള്ളുന്നത്. ഇത് പറഞ്ഞാൽ ചിലർ വിചാരിക്കും ഈ ചിദാനന്ദപുരി സ്വാമി എന്തൊരു പിന്തിരിപ്പന, അന്ധവിശ്വാസത്തിൻ്റെ മുകളിലാണോ ലോകം നിലകൊള്ളുന്നത്? അതെ. എന്താ സംശയം? വലിയ ഹാളിലൊക്കെയുള്ള പരിപാടിയാണെങ്കിൽ ഇത് പറയാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. കാരണം ഹാളിൽ നമ്മളിങ്ങനെ ഇരിക്കുക, പറയുന്ന ആളും കേൾക്കുന്ന ആളും. നമുക്ക് അന്ധവിശ്വാസം കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് ഒരു ഹാളിൽ. എന്തിലുള്ള അന്ധവിശ്വാസം? എൻജിനീയറിങ്ങിലുള്ള അന്ധവിശ്വാസം. കാരണം ടൺ കണക്കിന് ലോഡാണ് മുകളിൽ കോൺക്രീറ്റ് ഉള്ളത്. അതിൻ്റെ അടിയിൽ നമ്മളെ ജീവനെ വെച്ചു കൊടുക്കുക. നമ്മൾ അന്ധമായി എൻജിനീയറിങ്ങിൽ വിശ്വസിക്കുന്നു. അവിടെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടതുപോലെ നടത്തിയിട്ടുണ്ടാവും, അങ്ങനെ കോളങ്ങളിലേക്കൊക്കെ വെയിറ്റ് വേണ്ടതുപോലെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സുരക്ഷിതമായി ഇരിക്കാം. അന്ധവിശ്വാസമാണ്. ഇല്ലെങ്കിൽ നമ്മളിൽ ബസ്സിലോ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കപ്പലിലോ എന്തിലെങ്കിലും യാത്ര ചെയ്യാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഏതെങ്കിലുമൊക്കെ പൊതുവാഹനങ്ങളിൽ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. ഇന്ന് വരെ ഈ കൂട്ടത്തിൽ ആരെങ്കിലും
ഒരു ട്രെയിൻ യാത്രാവേളയിൽ ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട്, അല്ല നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കിൽ പറയാം. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു ലോക്കോ പൈലറ്റിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നമ്മൾ ജീവനല്ലേ വെച്ചു കൊടുക്കുന്നത് ട്രെയിനിലേക്ക്. ഞാൻ ചോദിക്കണ്ടേ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോന്ന്? പകരം നമ്മൾ തിരക്കിട്ട് പോയി ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അങ്ങിരിക്കും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആരും പൈലറ്റിനോട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, നിങ്ങളൊരു അംഗീകൃത പൈലറ്റാണോ എന്ന് അന്വേഷിക്കാറില്ല. എന്തിനാ നമ്മളിതെല്ലാം ബസ് കയറുന്നതിന് മുമ്പായിട്ട് ഡ്രൈവറുടെ അടുത്ത് പോയിട്ട് നമ്മൾ വേഗം ഡോറിൽ കൂടെ കയറി സീറ്റിലിരിക്കാനാണ് നോക്കുക. ഡ്രൈവറോട് നമ്മൾ അന്വേഷിച്ചിട്ടില്ല നിങ്ങൾക്ക് ഹെവി വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ടോ എന്ന്. എന്തുകൊണ്ടെന്നാൽ ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. അന്ധവിശ്വാസ. ഈ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയെ നമ്മൾ അന്ധമായി വിശ്വസിക്കുന്നു. എന്തിനപ്പം ഇങ്ങനെയൊക്കെ പറയണത്? നമ്മൾ ആരെങ്കിലും നമ്മുടെ അച്ഛനെ അച്ഛാന്ന് വിളിച്ചത് DNA ടെസ്റ്റ് ചെയ്തിട്ടാണോ? ആണോ? എന്താ? അല്ല, നമ്മൾ അമ്മയെ അന്ധമായി വിശ്വസിച്ചു. കാരണം എൻ്റെ അമ്മ പഠിപ്പിച്ചു, എടാ ഇത് നിൻ്റെ അച്ഛനാണ്. ഓ അച്ഛാ, കഴിഞ്ഞു. അമ്മയെ അന്ധമായി വിശ്വസിച്ചു. ഈ പ്രപഞ്ചം നിലകൊള്ളുന്നത് അന്ധവിശ്വാസത്തിൻ്റെ മുകളിലാണ്. ഒരു ഗവൺമെൻറ്റിനും അതൊന്നും ഒരു ബില്ല് കൊണ്ടും ഇല്ലാണ്ടാക്കാനൊന്നും കഴിയില്ല. അതേറ്റവും വലിയ അന്ധത. അത്രയേ ഉള്ളൂ, മറ്റൊന്നും പറയാനില്ല. ചിന്തിക്കുക. അന്ധവിശ്വാസത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ പോവുക. മഹാരാഷ്ട്രയിൽ മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞു കേട്ടോ. മഹാരാഷ്ട്രയിൽ നിയമം പാസ്സാക്കി കുറച്ച് മുമ്പ്. കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായി, പക്ഷെ അത് പ്രസിഡന്റ് ഒപ്പിട്ടോന്നറിയില്ല. ഏതായാലും നിയമസഭ അത് അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റ കുട്ടിക്ക് അന്ധവിശ്വാസം ഒന്നും ഉണ്ടാവില്ല. എല്ലാം വളരെ ശാസ്ത്രീയം. അന്ധവിശ്വാസം എന്ത്, അതിൻ്റെ ഡെഫിനേഷൻ എന്തെന്നൊക്കെ ഉള്ള വിഷയത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരാം. അങ്ങോട്ട് എന്തായാലും ഇപ്പോൾ പോകണില്ല. വളരെ വലിയ വിഷയമാണ്, നല്ല ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണത്. പക്ഷേ അന്ധവിശ്വാസത്തിൽ ആരംഭിച്ചുകൊള്ളൂ, പക്ഷെ അവിടെ തന്നെ ഇരിക്കില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ മനുഷ്യനാണ്, വിചാരശേഷിയുള്ളവനാണ്, യുക്തിബോധമുള്ളവനാണ്. എന്തിനെക്കുറിച്ചും അവൻ യുക്തിപൂർവം ചോദിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എപ്പോഴാണോ ശ്രുതിവിപ്രതിപന്നമായ നിന്റെ ബുദ്ധി പരമാത്മതത്വത്തിൽ ഉറച്ചു നിൽക്കുന്നത്, അപ്പോൾ നീ പരമമായ യോഗത്തെ പ്രാപിക്കും. ഭഗവാനെ, നീ എൻ്റെ ഗുരുനാഥനാണ്, നീ പറഞ്ഞത് 100% ശരിയാണ്, അപ്പോൾ യോഗത്തെ പ്രാപിക്കും എന്നും പറഞ്ഞ് അർജുനൻ ഇരുന്നാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അർജുനനെ നമ്മൾ ബഹുമാനിക്കില്ല. കാരണം നമുക്ക് യുക്തിബോധമുണ്ട്. ആരാണെങ്കിലും പറയുന്നത് വിശ്വസിച്ചങ്ങ് ഇരുന്നാൽ മതിയോ? ചോദിക്കണം, ചോദിച്ചേ മതിയാവും. അതാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ വിശേഷത. അവിടെ ചോദിക്കുന്നു. ഇങ്ങനെ അങ്ങ് പറഞ്ഞ ലക്ഷ്യത്തെ പ്രാപിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അയാളുടെ ലക്ഷണം എന്ത്? അയാൾ ഈ ലോകത്തെ എങ്ങനെ വ്യവഹരിക്കും? ഈ ചോദ്യത്തോടു കൂടിയാണ് ഇന്നുള്ള ഭാഗം ആരംഭിക്കേണ്ടത്. നോക്കൂ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധി കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിക്കുക. ഒന്ന് ചൊല്ലിക്കൂടെ എല്ലാവർക്കും? ഇല്ലേ? അർജുന ഉവാച. അയ്യയ്യേ, മഹാമോശ. അർജുനന് ചീത്തപ്പേര്. വ്യാസനിതാട്ടോ കേട്ടാൽ കരയൂട്ടുവോ? ഈ മുതലക്കുളത്ത് 1500-ലധികം ആൾക്കാർ കൂടിയിരുന്നിട്ട് ഇത്ര ശബ്ദമേ ഉള്ളൂ പറഞ്ഞാൽ അർജുനന് നാണക്കേട്, വ്യാസന് നാണക്കേട്. അങ്ങനെ വെച്ചാൽ വേണ്ട, ഞാൻ തന്നെ ചൊല്ലിക്കോളാം. അങ്ങനെ മതിയാ? പോരാ. അപ്പം അങ്ങനെയല്ല ചൊല്ലേണ്ടത്. എല്ലാവരുടെയും ശബ്ദം വരട്ടെ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്ഥസ്യ കേശവ
സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു. എന്താ ചോദിച്ചേ? ഹേ കേശവ, അല്ലയോ കേശവ, കേശിയെ വധിച്ചതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേര് കേശവൻ. അല്ലെങ്കിൽ നല്ല മനോഹരമായ തലമുടിയോട് കൂടിയവനായതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ പേര് കേശവൻ. ശ്രീകൃഷ്ണൻ്റെ ഒരു ചിത്രം വരച്ചിട്ട് നമ്മളെപ്പോലുള്ളൊരു മുട്ടത്തല വെച്ചാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? എടാ ഇത് കൃഷ്ണനല്ല. എടാ കൃഷ്ണനാണിത്, ഇത് ഒറിജിനൽ കൃഷ്ണൻ. സ്വാമി വേറെ വല്ലയിടത്ത് പോയി പറ, ഞാൻ സ്വീകരിക്കില്ല. അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടാവുക? കാരണം കൃഷ്ണ മുട്ടത്തലയനല്ല, നല്ല മനോഹരമായ തലമുടിയോട് കൂടിയവനാ. പ്രശംസായ കേശം, തലമുടി, പ്രശംസനീയമായ തലമുടിയോട് കൂടിയവൻ കേശവൻ. അപ്പം കേശിയെ വധിച്ചവൻ കേശവൻ. ബ്രഹ്മാവ്, ഈശ ശിവൻ, ക അധികം ഈശ, കേശ, വഹ അവിടുത്തെ. ഇപ്പം ബ്രഹ്മാവും ശിവനും അവിടുത്തെ വകഭേദങ്ങളാണ്. ആരോ അവൻ കേശവൻ. അങ്ങനെ പറയുമ്പോൾ സ്വാമി ഒരു തനി വൈഷ്ണവനാന്ന് തോന്നണോ എന്നൊരു സംശയം വരാം. അപ്പോൾ പറയാണ്, ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ആ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അകാരോ വൈ വിഷ്ണു. ക പ്ലസ് ആ, കാ കാ കാ. പാവട്ടോ, ദിവസവും വന്നിട്ട് നാമം ജപിക്കും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത്. എവനെ നമുക്ക് എന്താ ഇഷ്ടമല്ലാത്തത്? കല്ലെടുത്തെറിഞ്ഞ് ഓട്ടിക്കുക. കല്ലെടുത്തെറിയ എന്തൊരു കഷ്ടമാണത്. ഈശ്വരനാമം ജപിക്കുക എന്ന് മനസ്സിലാക്കിയ കാക്കയുടെ ആ ഒരു വിളി എന്തൊരു സുഖ. കാരണം ഇതിൽ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും പേരാണ് ഉള്ളത്. ക പ്ലസ് ആ, ആ കാ 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 പ്ലസ് ഈശ കേശ. കാ പ്ലസ് ഈശ കേശ. അപ്പം കേശ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അപ്പം ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ത്രിമൂർത്തികൾ ഏതൊരു പരമാത്മതത്വത്തിൻ്റെ ഭാവങ്ങളാണോ ആവിഷ്കാരങ്ങളാണോ അവനാണ് കേശവൻ. ആണ് സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന് പറയാറുണ്ട്. അത് ഈ അർത്ഥത്തിലാണ്. ഹേ കേശവ, ഏതർത്ഥം മനസ്സിലെടുത്തോളൂ, പല അർത്ഥവും പറഞ്ഞു. ഹേ കേശവ, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ എന്താണ്? അയാൾ ഇംഗ്ലീഷാണോ സംസാരിക്കുക, അല്ലെ സംസ്കൃതമാണോ മലയാളമാണോ എന്നല്ല, അയാളുടെ നിർവചനം എന്താണ്? അയാളെ കൊണ്ട് നമ്മൾ പറയുന്ന ഭാഷ എന്താണ്? അയാളുടെ നിർവചനം എന്താണ്? ആരാണ് സ്ഥിതപ്രജ്ഞ? ഈ പരമാത്മതത്വത്തിൽ പ്രജ്ഞ ഉറച്ചവൻ ആര്? പറയൂ. അങ്ങനെ ആൾ ഉണ്ടെങ്കിലല്ലേ ബാക്കി പറയണ്ടു. അപ്പോൾ വലിയ സിദ്ധാന്തമൊക്കെ പറഞ്ഞു വെച്ചോളൂ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുക, നല്ല സിദ്ധാന്തമാണ് കേട്ടോ, പക്ഷേ ഇതെവിടെ പ്രായോഗികമായിട്ടുണ്ട്? ഇതെവിടെയും പ്രായോഗികമായിട്ടില്ല. പിന്നെ എന്ത് കാര്യം അതുകൊണ്ടുള്ളത്? ഒന്നുകൂടി പറയാം, നല്ല സിദ്ധാന്തമാണ്, എല്ലാം പരമമായ സിദ്ധാന്തമാണ്, ഏകത്വത്തിലേക്ക് സമാജത്തെ മുഴുവൻ നയിക്കുന്ന സിദ്ധാന്തമാണ്. ഒക്കെ ശരിയാ, കേൾക്കാൻ വളരെ സന്തോഷമാണ്. ഇത് എവിടെയെങ്കിലും പ്രായോഗികമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. പിന്നെന്തിനാ അപ്പം സിദ്ധാന്തം? അപ്രായോഗികമായ സിദ്ധാന്തം കൊണ്ട് എന്ത് പ്രയോജനം? അതുകൊണ്ടാണ് അർജുനൻ്റെ ചോദ്യം വരുന്നത്. ഈ പ്രജ്ഞ ഉറയ്ക്കുന്നൊക്കെ നീ പറഞ്ഞു, അങ്ങനെ ഉറച്ച ആരെങ്കിലും ഉണ്ടോ? അയാൾ ആരാണ്? സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം പറഞ്ഞു തരൂ. സമാധിസ്ഥസ്യ കേശവ, സമാധിയിൽ ആത്മസ്വരൂപത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം എന്താണ്? ഹേ കേശവ. ചോദ്യം 1. 2. സ്ഥിതധീ, സ്ഥിതപ്രജ്ഞൻ കിം പ്രഭാഷേത, എന്ത് പറയും? കിം ആസീത, എന്തിരിക്കും? കിം വ്രജേത, എന്ത് നടക്കും? അപ്പം എന്തിരിക്കും എന്ത് നടക്കും എന്നൊക്കെ ചോദിച്ചാൽ അർത്ഥം എങ്ങനെ ഇരിക്കും, എങ്ങനെ നടക്കും, എങ്ങനെ പറയും. ഇപ്പം സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് പറയുക, സംസാരിക്കുക എങ്ങനെയാണ്?
അയാൾ നടക്കുക എങ്ങനെയാണ്, അയാൾ ഇരിക്കുക എങ്ങനെയാണ്, അയാൾ കിടക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്താ അപ്പം അതിൻ്റെ അർത്ഥം? അയാൾ എങ്ങനെയാണ് വ്യവഹരിക്കുക? ഇതാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടി പറയാം. അർജുനൻ ചോദിക്കുന്നത് ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണമെന്ത്, വ്യവഹാരമെന്ത്? വ്യക്തമാണല്ലോ. ഇതാണ് അർജുനൻ ചോദിച്ചത്. ഇതിന് ഭഗവാന്റെ മറുപടി എന്താ? അത് നാളെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പറ്റില്ല അത്. അപ്പം അത് കേൾക്കാൻ വേണ്ടി നാളെ കൃത്യസമയത്തിന് 6 മണിക്ക് ഇവിടെ എത്തിച്ചേരേണ്ടതുണ്ട്. നമ്മളിവിടെ പ്രഭാഷണത്തിൻ്റെ തുല്യ പ്രാധാന്യം അഥവാ കൂടുതൽ പ്രാധാന്യം സംശയ നിവാരണത്തിന് കൊടുക്കുകയാണ്. പ്രഭാഷണങ്ങൾ ഇന്ന് ധാരാളം ഉണ്ട്. ഇപ്പം ഇങ്ങോട്ടിങ്ങനെ പ്രഭാഷണം വരുന്ന കാല, വേണ്ട പറഞ്ഞാൽ നിവൃത്തിയില്ലാണ്ട് ഇങ്ങനെ കടന്നുകൂടും പ്രഭാഷണങ്ങൾ. അതെ, ടി വിയിലൂടെ പ്രഭാഷണം വരും, പിന്നെ ഇൻ്റർനെറ്റിൽ കൂടെ പ്രഭാഷണം വരും, ഒക്കെ വരും. പക്ഷെ അതിനോട് അങ്ങോട്ട് ചോദിക്കാൻ വയ്യ എന്താ അപ്പം, ടി വിനോട് അങ്ങോട്ട് സംശയം ചോദിക്കാൻ വയ്യ. അപ്പം അതുകൊണ്ട് സംശയ നിവാരണത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ശരി, തുടക്കത്തിൽ തന്നെ പറയാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം. എന്നതേ ചോദിക്കാവുന്നില്ല, എന്തും ചോദിക്കാം, അതിനൊരു വിശേഷവും ഇല്ല. പക്ഷേ അറിയുന്നതാണെങ്കിൽ മാത്രമേ മറുപടി പറയുള്ളൂ. അറിയില്ല വെച്ചാൽ സുഖം, അറിയില്ല പറയാം. ഉള്ളത് മാത്രം ചോദിച്ചാൽ മതി, ഇല്ലാത്ത സംശയം ആരും ഉണ്ടാക്കണ്ട. ഉള്ളത് മൂടി വയ്ക്കുകയും വേണ്ട. അത് തുടക്കത്തിലേ പറയുന്നു. ശരി, ഇതെല്ലാ ദിവസവും ആവർത്തിക്കില്ല. ഇന്ന് പറഞ്ഞത് തുടർന്ന് എല്ലാവരും ഓർമ്മിച്ചോളുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ഒരു കഷ്ണം കടലാസിൽ എഴുതി തന്നാൽ മതി. അറിയുന്നതാണെങ്കിൽ പറയും. ഭരണഘടനാപരമല്ലാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. ഇതൊരു കോടതി ഭാഷ തന്നെയാണിപ്പത്. ഈ കോടതിയുടെ ഒരു ഭാഷ ഉണ്ടല്ലോ, ഒരു വളഞ്ഞു പിടിക്കണ ഭാഷ. അതുപോലെ തന്നെയാണ് ഈ എഴുത്തും. ഭരണഘടനാപരമല്ലാതെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം നിഷേധിക്കുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതിയുടെ പരാമർശം. അങ്ങനെ സുപ്രീം കോടതി ചോദിച്ചോ? അറിയില്ല. ഈ കോടതിയുടെ നടപടി നേരിട്ട് നമുക്ക് വായിക്കാനിട വന്നാലേ എന്താണ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം പത്രങ്ങളിൽ വരുന്ന ഭാഷ അതിപ്പറഞ്ഞ പോലെയൊക്കെ തന്നെ വളച്ചൊടിച്ചതൊക്കെ ഉണ്ടാവും. കാരണം നമ്മുടെ ഭരണഘടനയനുസരിച്ച് അവനവൻ്റെ മതവിശ്വാസത്തെ പുലർത്താനും ആ വിശ്വാസത്തിനനുസരിച്ച ആരാധനാക്രമങ്ങളും ആചാരങ്ങളും നടത്താനും എല്ലാവർക്കും അധികാരമുണ്ട്. അത് മറ്റ് ബാധ്യതകൾക്കും അധികാരങ്ങൾക്കും വിരുദ്ധമാകരുത് എന്നേ ഉള്ളൂ. ഇത് ആരാധനയെ സംബന്ധിക്കുന്ന സ്വാതന്ത്ര്യം വളരെ വ്യക്തമായി ഭരണഘടനയിൽ ഉള്ളതാണ്. വിശ്വാസത്തെ പുലർത്താനും അതിനനുസൃതമായ ആരാധനയെ നിർവഹിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. ഏതായാലും ഈ ചോദ്യം മുഴുവനൊന്ന് വായിക്കട്ടെ, എന്നിട്ടാവാം അതിൻ്റെ ബാക്കി. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ശബരിമലയിൽ മാത്രമാണ് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെയുള്ള ദർശനം. 10നും 50നും വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് പോകാൻ പാടില്ലാതെയുള്ളത്. 10നും 50നും എന്നില്ല, ആർത്തവ കാലീനകളായ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നില്ല. ആർത്തവ വിരാമം വന്നു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്താൽ ആരെയും പ്രവേശിപ്പിക്കും, അത് പ്രായമില്ല. ആർത്തവകാലീനകളായ സ്ത്രീകൾ ശബരിമലയിൽ പോകാറില്ല, അത് അവിടുത്തെ ഒരു ആചാര രീതിയാണ്. നിത്യബ്രഹ്മചാരി എന്ന സങ്കല്പവും കൊടുങ്കാട്ടിനുള്ളിലൂടെയുള്ള കഠിനയാത്രയും കാരണമാണ് ക്ഷേത്രദർശനത്തിന് ഇത്തരത്തിൽ നിഷ്കർഷ വന്നത്. അത് സംശയമെല്ലാം തോന്നുന്നു, വിശദീകരണം ഇതിൽ തന്നെ ഉണ്ട്. വളരെ സന്തോഷമാണ്. ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകൾക്കും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല ദർശനം അനുവദിക്കുന്നുണ്ട്. എന്നാൽ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല.
അടുത്ത കാലത്താണ് മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളുടെ പള്ളികളിൽ പ്രവേശനം ലഭിച്ചത്. സുന്നി പള്ളികളിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇക്കാര്യത്തെക്കുറിച്ച് സുപ്രീം കോടതി ഇത്തരം പരാമർശം നടത്തുമോ? ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കുന്ന ഈ സമയത്ത് തന്നെ എന്തിന് ശബരിമലയെ വിവാദത്തിലേക്ക് വലിച്ചിറക്കി ഇത്തരം നടപടികൾ നീതിപീഠം സ്വീകരിക്കുന്നത്? ഹിന്ദുക്കൾ മാത്രമാണോ ഭരണഘടന അനുസരിക്കേണ്ടത്? ഇതാണ് സംശയം. ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാവരും ബാധ്യസ്ഥരാണ്. എല്ലാവരും ബാധ്യസ്ഥരാണ്. ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷെ ഇവിടെ പ്രസക്തമായ വിഷയം, ഓരോ ആരാധനാ കേന്ദ്രത്തിനോടും ചേർന്ന് പ്രത്യേകങ്ങളായ ഒരുപാട് വിശ്വാസങ്ങളും ആരാധനാക്രമങ്ങളും അനുഷ്ഠാന രീതികളുമൊക്കെ നിലവിലുണ്ട്. അതെല്ലാം അതേപോലെ നിലനിന്നാൽ മാത്രമേ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളൊരു ചിന്താ പദ്ധതി, അതാണല്ലോ ഭാരതത്തിൻ്റെ അന്തരാത്മാവ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഭാരതത്തിൻ്റെ അന്തരാത്മാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഭരണഘടന ആദ്യം മുതൽ അവസാനം വരെ എഴുതിയിട്ടുള്ളതും. അത് നിലനിൽക്കും. അതിലേക്ക് കടന്നു കയറാൻ ആർക്കും അധികാരമില്ലാത്തതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്ത്രീകൾക്ക് പ്രവേശനം നൽകണമെന്നോ ശബരിമലയിലെ ആരാധനയെ മാറ്റിമറിക്കണമെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് കേരള സർക്കാരിനോട് ആരാഞ്ഞിട്ടേ ഉള്ളൂ. വേണ്ടതുപോലെയുള്ള റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് കേരള സർക്കാരിൻ്റെ ബാധ്യതയാണ്. പക്ഷേ ഇവിടെ ഈ വിഷയം പ്രസക്തമാണ്. പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിനായ ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ ആചാരക്രമങ്ങളുണ്ട്. അതിൽ ആർത്തവകാലീനകളായ സ്ത്രീകൾ പ്രവേശിക്കുന്നില്ല എന്നുള്ളത് ശബരിമലയിലെ സവിശേഷമായ ഒരു ആചാര രീതിയാണ്. കുട്ടികൾക്കും പ്രവേശിക്കാം, പ്രായം കഴിഞ്ഞവർക്കും പ്രവേശിക്കാം. എന്നാൽ ഇതുപോലുള്ള ആചാരക്രമങ്ങൾ സാർവത്രികമായി ഇതര മതങ്ങളിലുണ്ട്. സ്ത്രീ പുരുഷ നപുംസക വ്യത്യാസമില്ല. ആര് തന്നെയായാലും ഒരു ഗുരുദ്വാരയിലേക്ക് കയറുന്ന സമയത്ത് ശിരസിനുള്ളിൽ തുണിയിട്ട്, ശിരസിന് മുഖത്ത് തുണിയിട്ട് മൂടണം. തലയിൽ തുണിയിട്ടിട്ടേ കയറാൻ പാടുള്ളൂ. അത്രേ കേട്ടു. എൻ്റെ സ്വാതന്ത്ര്യമാണ്, നീ ഇവിടെ കയറണ്ട, പുറത്തു നിന്നോളൂ. മുസ്ലിം പള്ളികളിൽ ഒരു ക്ഷേത്രമല്ല, ലക്ഷക്കണക്കിനായിട്ടുള്ള പള്ളികളിൽ ഒരു പള്ളിയിൽ പോലും സ്ത്രീയെ പ്രവേശിപ്പിക്കില്ല. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളുടെ പള്ളികളിൽ ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. ഒരു ഭാഗം, ഒരു മൂല, ഒരു സൈഡ് അതുണ്ട്. അല്ലാതെ മൊത്തത്തിൽ ഒന്നിച്ച് പുരുഷനെ പോലെയുള്ള അധികാരം ഒരു പള്ളിയിലുമില്ല. ഇപ്പം രാഷ്ട്രത്തിലെ ഭരണഘടനയനുസരിച്ച് പരിപാലിക്കാനുള്ള ബാധ്യത ഹിന്ദുവിനെ സംബന്ധിച്ച് മാത്രം പറയുന്നതല്ല, പറയാൻ സാധ്യവുമല്ല. ആർത്തവകാലീനകളായ സ്ത്രീകൾ കുമ്പസാരിക്കാൻ വേണ്ടി, കുർബാന കൊള്ളാൻ വേണ്ടിയും ക്രിസ്ത്യൻ പള്ളിയിൽ പോകാൻ പാടില്ല. അല്ലാത്ത സ്ത്രീകൾക്ക് പോവാം, കുർബാനയിൽ പങ്കെടുക്കാം, അതുപോലെ കുമ്പസാരിക്കാം. പക്ഷെ ആർത്തവകാലത്ത് പോകാൻ പാടില്ല. അവിടെ വികാരികളായി പുരോഹിത ഭാവത്തിൽ ഒരു സ്ത്രീയെയും സ്വീകരിക്കുകയില്ല. യേശുവിൻ്റെ മണവാട്ടികളായിട്ടാവാം, യേശുവിൻ്റെ മണവാട്ടികളായിട്ടാവാം, തീർച്ചയായിട്ടും. അങ്ങനെ ഒരുപാട് മണവാട്ടികളുണ്ട് യേശുദേവന്. കൃഷ്ണനൊക്കെ എത്രയോ തോറ്റ് പിന്മാറി പരാജയപ്പെട്ട് ദൂരെ പോകും. കൃഷ്ണനാകെ 16,008 ഉള്ളൂ. യേശുവിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മണവാട്ടികളുണ്ട്. കാരണം ഓരോ കന്യാസ്ത്രീ വ്രതം എടുക്കുന്ന സമയത്ത് ഞാൻ യേശുവിൻ്റെ മണവാട്ടിയാണെന്നാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ അവരെ പുരോഹിതരായിട്ട് അംഗീകരിക്കുന്നില്ല. പുരോഹിതർ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ഇതിന് അപവാദമായിട്ട് ചെറിയ ചില സഭകളുണ്ട്.
ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സ്ത്രീകളെ പുരോഹിതരായിട്ട് അവരോധിച്ചിട്ടുണ്ട്. മറ്റ് മുഖ്യധാരാ സഭകളിലൊന്നും സ്ത്രീകളില്ല. ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ബഹുമാനപ്പെട്ട കോടതി പറയുക? ചിന്തിക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഓരോ മതത്തിൻ്റെയും ഓരോ സമ്പ്രദായത്തിൻ്റെയും വിശ്വാസങ്ങളെയും പ്രമാണങ്ങളെയും ആരാധനാ രീതികളെയും ആദരിച്ച് നിലനിർത്തുന്നതായിരിക്കും ബഹുമാനപ്പെട്ട കോടതി എടുക്കുന്ന അവസാന തീരുമാനം എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. കാരണം ജുഡീഷ്യറിയിൽ നമുക്ക് അങ്ങേയറ്റം വിശ്വാസം ഉണ്ട്. ആ പ്രക്രിയയിൽ ഇത്രയും ആരായലൊക്കെ ഉണ്ടാവും. പക്ഷേ ചോദ്യം പ്രസക്തമാണ്, ഈ ആരായൽ മറ്റ് മതങ്ങളെ സംബന്ധിച്ചുണ്ടാവുമോ എന്ന് അറിയാനുള്ള അധികാരവും ബാധ്യതയുമൊക്കെ സാമാന്യ പൗരന് ഉള്ളതാണ്. അതിവിടെ ചോദ്യകർത്താവ് പങ്കുവെച്ചതിൽ സന്തോഷവുമുണ്ട്. നമ്മുടെ അഭിപ്രായം ഈ പറഞ്ഞതിൽ ഒതുങ്ങി. സ്വാമിജി നല്ല നീണ്ട ജിയാട്ടോ. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് ഞാൻ. ചുംബന സമരം, ബി ഫെസ്റ്റിവൽ ഉൾപ്പെടെ സവർണ ഫാസിസത്തിനെതിരെന്നൊക്കെ അവകാശപ്പെടുന്ന സമരങ്ങൾക്കെല്ലാം എനിക്ക് അനുഭാവം പ്രകടിപ്പിക്കേണ്ടി വന്നു. സന്തോഷം. വ്യക്തിക്കും സമൂഹത്തിനും രാജ്യത്തിനുമെതിരെ എത്ര നീചമായി പ്രവർത്തിച്ചാലും ഒരാൾ സ്വപക്ഷം ന്യായീകരിക്കാനാണ് എപ്പോഴും പരിശ്രമിക്കുക. സ്ഥാനമാനങ്ങളോ എന്തെങ്കിലും അംഗീകാരം കിട്ടുന്നതിനോ അല്ലാതെ താൻ പിന്നാക്കമാണ്, മോശക്കാരനാണ്, തെമ്മാടിയാണ് എന്നൊന്നും ആരും സ്വയം ചിത്രീകരിക്കുക പതിവില്ല. എന്നാൽ ഇവിടെ കീഴാളപക്ഷക്കാരൻ, ദളിത് ബന്ധു എന്നെല്ലാം സ്വയം വിശേഷിപ്പിച്ച് ജീവിത നിലവാരം വളരെ മെച്ചപ്പെട്ടു നിൽക്കുന്ന ബുദ്ധിജീവികൾ പോലും മുന്നോട്ട് വരുന്നതിനുള്ള കാരണങ്ങൾ എന്താകാം? ഇതൊന്നും ആരും തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇവിടെ എഴുതിയ ഉത്തരാധുനികതയോ എന്നൊക്കെ പറയപ്പെടുന്ന ഭാഷാശൈലി നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എങ്കിലും ഇവിടെ ഒരു പദം നമുക്ക് അസ്വീകാര്യമാണ്. ആരും തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ആ കാലം കഴിഞ്ഞുപോയി. ഇത് 10-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ് എഴുതിയതെങ്കിൽ ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്ന് പറയാമായിരുന്നു. നേതാക്കന്മാർ പറയുന്ന വാക്കുകളും മുഖ്യധാരാ മാധ്യമങ്ങൾ നമുക്ക് തരുന്ന വിഴുപ്പുകളുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കഴിയും എന്ന് പറയാമായിരുന്നു. കാലം മാറിയിരിക്കുന്നു. ഇന്ന് വളർന്നു വരുന്ന യുവസമൂഹം നിശ്ചയമായും ഇത്തരം കാപട്യങ്ങളെ തിരിച്ചറിയുന്നു. ഇത്തരം വൈരുദ്ധ്യങ്ങളെ ശരിയായ ഭാവത്തിൽ അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് തിരിച്ചറിവ് ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്. ആരും തിരിച്ചറിയാതെ പോകുന്നൊന്നുമില്ല. അപ്പം എന്തുകൊണ്ടാണ് കീഴാളപക്ഷം, ദളിത് ബന്ധു എന്നെല്ലാം സ്വയം വിശേഷിപ്പിച്ച് കഴിയുന്നതെന്ന് ചോദിച്ചാൽ, ഈ നോക്കൂ, ഒരു തെറ്റായ പദം പ്രയോഗിക്കാൻ പോവുകയാണ്. തെറ്റെന്നറിഞ്ഞിട്ട് തന്നെ പദം പ്രയോഗിക്കാൻ പോവുകയാണ്. തെറ്റായ പദം പ്രയോഗിക്കുന്നത് പാപമാണെന്ന് അറിയാം, എങ്കിലും അർത്ഥബോധനത്തിന് അത് സ്വീകരിക്കാതെ വയ്യ. ബുദ്ധിജീവി, ഇതാണ് പദം. അങ്ങനെ കുറേ ജീവികളുണ്ട്, ബുദ്ധിജീവികൾ. അപ്പം ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടായ ജീവിയല്ല, അത് ഉണ്ടാക്കിയെടുക്കപ്പെട്ട ജീവിയാണ്. അതെ, ഉണ്ടാക്കിയെടുക്കപ്പെട്ടതാണ്. അതിന് സാമൂഹിക പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് സ്ഥാനമാനങ്ങൾ, പദവികൾ, സ്വസ്ഥമായിരിക്കാനുള്ള ചില ഇടങ്ങൾ, അത് അക്കാഡമികളാവാം, പലതും ആവാം, ഇടങ്ങൾ, ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട് പുരസ്കാരങ്ങൾ, ഇവയെക്കൊണ്ടൊക്കെ വളരെ ബോധപൂർവമായി വളർത്തിയെടുക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് ബുദ്ധിജീവി വിഭാഗം. അല്ലാതെ നമുക്കൊക്കെ ബുദ്ധിയില്ലേ? നമുക്കൊക്കെ ബുദ്ധിയുണ്ട്. പക്ഷെ നമ്മളെ ആരും ബുദ്ധിജീവി എന്ന് പറയാറില്ല. കാരണം നമ്മളെ ആരും അങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ, അതെ,
കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കവികൾ, ബുദ്ധിജീവികൾ, പുരോഗമന കലാസാഹിത്യകാരന്മാർ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഒരു ഒരു 2 വര കോപ്പിക്കുള്ളിൽ എഴുതുന്നത് പോലെ ചിലതിൽ ഒതുങ്ങിയവരായിരിക്കണം. അങ്ങനെയാവും. അങ്ങനെയല്ലാതെ ആവാൻ വയ്യ. അപ്പം ചില ചിന്താഗതികളെ നമ്മൾ എൻ്റെതെന്ന് പറഞ്ഞ് ഉയർത്തി കാണിക്കണം, ചില ചിന്താഗതികളെ നമ്മളതല്ല എന്ന് പറഞ്ഞ് തള്ളണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ബുദ്ധിജീവിയാവൂ. ആരെങ്കിലും ഈ 2 വര കോപ്പീൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയാൽ ടീച്ചർ LP ക്ലാസ്സിൽ തെറ്റിടുന്നത് പോലെ അവൻ പിന്നെ ബുദ്ധിജീവി അല്ലാണ്ടാവും, അവൻ മോശക്കാരനാവും. ഈ അടുത്ത് തന്നെ നമ്മൾ അങ്ങനെ പലരെയും കണ്ടു. പലരും ഇന്നലെ വരെ ബുദ്ധിജീവി ആയിരുന്നവർ ഇന്നവനും എന്താ ബുദ്ധിജീവി അല്ലാണ്ടായിരിക്കുന്നല്ലോ എന്നുള്ള രൂപത്തിൽ പിന്തള്ളപ്പെടുന്നത്, പുറന്തള്ളപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് സാഹിത്യ കേരളം കണ്ടതാണ്. മറക്കരുത്. ഇത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സമൂഹം തന്നെ എവിടെ ഉള്ളൂ. അങ്ങനെയാവുമ്പോൾ പരസ്പരം ഭാവയന്ത എന്നുള്ള രൂപത്തിൽ ഒരു അംഗീകാരമൊക്കെ ഇങ്ങോട്ടും ചില ബുദ്ധിജീവിയുടെ പ്രക്രിയ അങ്ങോട്ടും ഇങ്ങനെ ഒരു പരസ്പര ധാരണയുടെ മുകളിലുള്ള ഒരു സഹകരണ പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ ഇത് മുന്നോട്ട് നീങ്ങിയതാണ് വളരെ കാലം. ഇപ്പം ഇന്നതൊക്കെ പറയാവൂ, ഇന്നതൊന്നും പറഞ്ഞുകൂടാ. അതങ്ങനെയാ. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ തസ്ലീമ നസ്രീനോ സൽമാൻ റുഷ്ദിയോ ഗ്രന്ഥരചനയുടെ പേരിൽ പീഡിതരായാൽ അതിനെക്കുറിച്ച് മൗനം, അത് മിണ്ടാൻ പാടില്ല. അത് കലാകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനേറ്റ അടിയല്ല. അവിടെ ബുദ്ധിജീവിക്ക് മൗനം അവലംബിക്കണം. അതേസമയത്തോ സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദുധർമ്മത്തെ അവഹേളിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യം. MF ഹുസൈൻ്റെ ചിത്രങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാത്ത മാതൃകകളാണ്. അവിടെ ലക്ഷ്മിയെ, സരസ്വതിയെ, ദുർഗയെ, ഹനുമാനെ നഗ്നരാക്കി വരച്ചാൽ അത് ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനെതിരായി സമ്മേളനങ്ങൾ ചേരുകയില്ല. എന്നാൽ യൂറോപ്പിൽ മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. അത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട, അഥവാ മൗനം അവലംബിച്ച് എവിടെയെങ്കിലും മിണ്ടാണ്ട് കുത്തിയിരിക്കേണ്ടുന്ന ഒരു ദുശ്ചേഷ്ടയാണ്. ഇങ്ങനെ എത്ര 1000 ദൃഷ്ടാന്തങ്ങൾ പറയാനുണ്ട്. അതാണ് ഈ പറഞ്ഞത്. കുറച്ച് കാലങ്ങളായിട്ട് ഈ 2 വര കോപ്പി LP സ്കൂൾ കുട്ടികൾ എഴുതുന്നത് പോലെ അതിനുള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഈ ബുദ്ധിജീവി എന്ന് പറഞ്ഞ സാധനം ജീവിക്കുന്നത്. പക്ഷേ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഇത്തരം കാപട്യങ്ങളെ തിരിച്ചറിയുന്ന സമൂഹം വളർന്നു വരുന്നുണ്ട്. യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. ഇവിടെ പരാമർശിക്കപ്പെട്ട ചുംബന സമരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ വർഷം പ്രഭാഷണ പരമ്പരയിൽ വന്ന വിഷയമാണത്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ചുംബനം നല്ലതാണെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം സ്നേഹത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് ചുംബനം. നല്ലതാണ്, എല്ലാവരും ചുംബിച്ചോളൂ, നല്ലതാ. അമ്മ മകനെ ചുംബിക്കണം, മകൻ അമ്മയെ ചുംബിക്കണം, മകൾ അമ്മയെ ചുംബിക്കണം, ഭർത്താവ് ഭാര്യയെ ചുംബിക്കണം, കാമുകൻ കാമുകിയെ ചുംബിക്കണം. ഒക്കെ നല്ലതാ, ഒരു വിരോധവും ഇല്ല. എന്താ തെറ്റതിൽ? ഒരു വിരോധവും നമ്മൾ കാണുന്നില്ല. പക്ഷെ അത് സമരമല്ല. എങ്ങനെയാ സമരാവുക? അത് സ്നേഹത്തിൻ്റെ സ്വാഭാവിക ചേഷ്ടയാണ്. അതൊരിക്കലും സമരമല്ല. അതിനെ സമരമെന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്നവർക്ക് മറ്റ് അജണ്ടകൾ ഉണ്ടാവുമെന്ന് ഇത് നടന്ന ദിവസം നമ്മൾ എറണാകുളത്ത് വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. TDM ഹാളിൽ വെച്ച് നടന്ന ദിവസം. കേരളത്തിൽ ചുംബന സമരം ആദ്യമായി നടന്നത് എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. അന്ന് നമ്മൾ അതിൻ്റെ ഒരു കിലോമീറ്റർ ദൂരെയുണ്ട്. ചുംബനം കാണാനങ്ങ് പോയതല്ല, പ്രഭാഷണത്തിന് പോയതാ. അതെ, അവിടെ 54 ദിവസം നീണ്ടു നിൽക്കുന്ന ഉപനിഷത്ത് വിചാര സത്രമുണ്ട്, അതിന് പോയതാണ്. അപ്പം അന്ന് നമ്മൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും വെറുതെ അല്ല, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുംബനം നല്ലതാണ്, പക്ഷെ ചുംബനത്തെ സമരമുറയാക്കുന്നവർക്ക് മറ്റ് ദുരുദ്ദേശങ്ങൾ ഉണ്ടാകും. ഏറെ താമസിയാതെ നമ്മളതറിയും.
ഇപ്പോൾ സെക്സ് മാഫിയയെ പറ്റി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ വലിയ ബഹളമൊന്നും ആരും ചെയ്യുന്നില്ല. ഇവിടെ ഇതിന് അനുകൂലം എഡിറ്റോറിയൽ എഴുതിയവരെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക. അതെ, ദേശീയതയുടെ, രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തിൻ്റെ ഒക്കെ ആവിഷ്കാരകന്മാരായി ദശകങ്ങൾ നിലനിന്ന പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഈ ചുംബന സമരത്തിന് അനുകൂലമായി ചലിപ്പിച്ചപ്പോൾ അത് വളരെ വേദനാകരമായിരുന്നു. കാരണം ധാർമ്മികമായ എന്തിനേയും എതിർക്കുക, ഇത് മാത്രമായി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഇതാണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ ബീഫ് ഫെസ്റ്റിവൽ വിരോധമില്ല, അല്ലാണ്ട് ഇഷ്ടം പോലെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് എവിടെയും കിട്ടുന്ന വസ്തു അപ്പോൾ ബീഫ് എവിടെയും കിട്ടണതാ. അപ്പോൾ അതുകൊണ്ടൊന്ന് വേവിച്ചിട്ട് വിതരണം ചെയ്തു പറഞ്ഞത് ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്. അതിനെ നമുക്ക് അനുകൂലിക്കാനോ എതിർക്കാനോ ഇല്ല, കാരണം ഒരു ഫെസ്റ്റിവലാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തൊഴിലില്ലായ്മയാണ്, വേറൊന്നുമില്ല. തൊഴിലില്ലായ്മയാണ്, വേറെന്താ? വേറെ തൊഴിൽ ചെയ്യാൻ പോകാൻ ഉള്ളവൻ ഇതിന് പോവുമോ? നേരെ മറിച്ച് നിരോധിക്കപ്പെട്ട 100% ബീഫ് നിരോധിക്കപ്പെട്ടൊരു സംസ്ഥാനത്ത് ചെയ്തിരുന്നെങ്കിൽ അതിനൊരു ചോണ ഉണ്ടെന്ന് പറയാമായിരുന്നു. അതൊരു ചോണുള്ള പരിപാടിയാണ് അത് ചെയ്തത് എന്ന് പറയാമായിരുന്നു. ഇതിവിടെ അല്ലാണ്ട് തന്നെ നിയമവിരുദ്ധമായിട്ട് മുക്കിൽ മുഴുവൻ കൊല്ലുക. എന്താ സ്വാമി നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും ഒരു വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് കോഴിക്കോട് അന്വേഷിക്കുക, നിയമം അനുശാസിക്കുന്ന പ്രകാരത്തിൽ എത്ര അറവുശാല കോഴിക്കോടുണ്ടെന്ന്, എന്നിട്ട് സത്യസന്ധമായി എത്ര നടക്കുന്നുണ്ടെന്ന് നോക്കുക. അപ്പം മനസ്സിലാവും പറഞ്ഞതിൻ്റെ അർത്ഥം. നിയമം അനുശാസിക്കുന്ന രീതിയിൽ അറവുശാല ഇല്ല, ഇവിടെ ഇല്ല, കോഴിക്കോടില്ല, ഒറ്റ പോലും ഇല്ല. അപ്പോൾ ഈ ഇറച്ചിയൊക്കെ കിട്ടുന്നതോ ഒക്കെ നിയമവിരുദ്ധമായിട്ടാണ്. ആയിരക്കണക്കിന് കോടി രൂപയാണ് സർക്കാർ ഖജനാവിന് നഷ്ടം വരുന്നത്. ഇവിടെ ഒന്ന് ആലോചിക്കുക. അതെങ്ങനെയെന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ വിശദമായി ആലോചിച്ച് നോക്കിക്കോളാം. നമ്മുടെ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച്, മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ച് ഒരു മൃഗത്തെ കൊല്ലാൻ എന്തൊക്കെയാണ് വകുപ്പ്, എങ്ങനെയാണ് ലൈസൻസ് കിട്ടേണ്ടത്, എന്തൊക്കെ വ്യവസ്ഥ അവിടെ ഉണ്ടായിരിക്കണം, എങ്ങനെ ലൈസൻസ് പുതുക്കണം, ഇതിനെ സംബന്ധിച്ച് എല്ലാ നിയമങ്ങളൊന്ന് വായിച്ച് പഠിച്ചു നോക്കൂ. അപ്പോൾ മനസ്സിലാവും കോടിക്കണക്കിന് രൂപയാണ് ഗവൺമെൻറ്റിന് നഷ്ടമായി കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. ശരി, ഏതായാലും അതിന് വലിയ കേമത്വമൊന്നുമില്ല. ഇതിനൊക്കെ അനുകൂലം നിൽക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു പരിതാപം അതിലുണ്ട് എന്നാണ് ഈ ഭാഷ കൊണ്ട് മനസ്സിലാവുന്നത്. സാരമില്ല, ഇന്നലെയല്ലേ നിന്നുള്ളൂ, ഇന്ന് തെറ്റാന്ന് മനസ്സിലാക്കി അപ്പം മാറിക്കോളുക. ഇന്നലെ വരെ എന്ത് ചെയ്തു എന്നുള്ളത് പ്രശ്നമല്ലെന്നേ. ഒന്നുകൂടി പറയാം, ഈ അധ്യാപകനോട് പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പേര് വായിക്കുന്നില്ല, ഇതിൻ്റെ ആവശ്യമില്ല. ഇന്നലെ വരെ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇത് തെറ്റ് തിരുത്തിയാൽ മതി, ഒരു പ്രശ്നമില്ല, അത് മതി. അങ്ങനെ തെറ്റുതിരുത്തൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ, ഏറ്റവും സന്തോഷകരമായ രീതിയിൽ തെറ്റുതിരുത്തൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. ഒരു കാലത്ത് നമ്മുടെ ആചാര്യന്മാരെ ഒന്നടങ്കം ആക്ഷേപിച്ചവർ ഇപ്പോൾ ആചാര്യന്മാരെ തിരിച്ചറിഞ്ഞ് ആദരിക്കുന്ന കാഴ്ച നിരന്തരം നമ്മൾ കാണുന്നുവല്ലോ. അപ്പോൾ തെറ്റുതിരുത്തൽ കാണുമ്പോൾ എപ്പോഴും സന്തോഷമാണത്. ഭഗവാനെ, ഇതെന്താ ഇപ്പോൾ? ഇത് ബീഫ് തന്നെയാണ് വിഷയം, ബീഫാണ് വിഷയം. സന്തോഷം, വളരെ നല്ലത്. ബീഫാണ് വിഷയം, നല്ലത്. ഗോമാംസം എന്നാൽ പശു, കാള എന്നീ മൃഗങ്ങളുടെ മാംസമല്ലേ? അതെ, അതാണ് ഗോമാംസം. ഗോ ശബ്ദം പുല്ലിംഗത്തിലുമുണ്ട് സ്ത്രീലിംഗത്തിലുമുണ്ട് സംസ്കൃതത്തിൽ. ഗോ ശബ്ദം സംസ്കൃതത്തിൽ പുല്ലിംഗത്തിൽ പ്രയോഗിച്ചാൽ കാള, സ്ത്രീലിംഗത്തിൽ പ്രയോഗിച്ചാൽ പശു. ഗോവധ നിരോധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഈ മൃഗങ്ങളെ കൊല്ലുന്നത് നിരോധിക്കുക എന്നു തന്നെയല്ലേ?
ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും പൂർണ്ണമായോ ഭാഗികമായോ മൃഗങ്ങളെ കൊല്ലുന്നതിന് നിരോധനമുണ്ട്. ഒന്നുകൂടി പറയാം. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും, ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും, 2-3 ഒഴിച്ച്, പൂർണ്ണമായോ ഭാഗികമായോ മൃഗങ്ങളെ കൊല്ലുന്നതിന് നിരോധനമുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ട് നിരോധനമുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ഭാഗികമായിട്ട്. അതിൽ മിക്കവാറും നിയമങ്ങൾ, 24 നിയമങ്ങളാണ് മൊത്തം ഉള്ളത്. എങ്ങനെയാണ് 24 എന്ന് ചോദിച്ചാൽ ഓരോ സംസ്ഥാനത്തിനുള്ള നിയമങ്ങളെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ്, അവിടെ ഒരു നിയമം. ഇപ്പോൾ അവിടെ തെലങ്കാനയും സീമാന്ധ്ര പ്രദേശവും രണ്ടായപ്പോൾ ഭാവിയിൽ അത് 2 നിയമമാവും. പക്ഷേ ഇപ്പോൾ ഒരു നിയമം തന്നെയുള്ളൂ. അതുപോലെ പഞ്ചാബ് ആക്ട്, ഈ പഞ്ചാബ് ആക്ടിൻ്റെ കീഴിലാണ് പഞ്ചാബ്, ചണ്ഡീഗഡ്, പിന്നെ ഹരിയാന. ഇപ്പോൾ ഹരിയാന പുതിയതുണ്ടാക്കി ആ നിയമത്തിൻ്റെ അതേ വകുപ്പ് വെച്ചിട്ട്. അതുപോലെ ബോംബെ ആക്ട്, ബോംബെ ആക്ടിൻ്റെ കീഴിലാണ് ബോംബെ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ബോംബെ, മഹാരാഷ്ട്ര ഒന്നിച്ച് ആക്കി തീർത്തു, ഗുജറാത്ത് വേറെയാക്കി. അപ്പം ഇങ്ങനെയുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും നിയമങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ 24 നിയമങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. അവ ഭാഗികമായോ പൂർണ്ണമായോ ഉള്ള നിരോധനങ്ങൾ ഏർപ്പെടുത്തുന്നു. ആ നിരോധനങ്ങൾ പല സംസ്ഥാനങ്ങളിലും പശുവേയും കാളയെയും മാത്രമല്ല, കൃഷിപ്പണിക്ക് ഉപയോഗിക്കാവുന്ന മൃഗങ്ങളെയാണ്. എരുമ, പോത്ത്, കാള, പശു. കൃഷിപ്പണിക്ക് ഉപയോഗിക്കാവുന്ന മൃഗങ്ങളെ 14 വയസ്സ് അഥവാ 10 വയസ്സിന് താഴെ കൊല്ലാൻ പാടില്ല എന്നാണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും നിയമം. കേരളത്തിൽ നിലവിലുള്ള നിയമം അറിയാലോ. 10 വയസ്സിന് ചോടയുള്ള കാളയെയോ പശുവേയോ എരുമയെയോ പോത്തിനെയോ നിയമം അനുസരിച്ച് ഇവിടെ കൊല്ലാൻ പാടില്ല കേരളത്തിൽ. എത്ര പേർക്കറിയാം? എന്നാൽ വേറൊരു വിശേഷമുള്ളത്, കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതുപോലെ ആൻറ്റി കൗ സ്ലോട്ടർ ആക്ട് ഇല്ല, നിലവിലില്ല. മറിച്ച് ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ടിൻ്റെ ഒരു വകുപ്പായിട്ടാണ് ഇത് വരുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ആൻറ്റി കൗ സ്ലോട്ടർ ആക്ട് എന്നുള്ള 24 സംസ്ഥാനം പറഞ്ഞതിൽ കേരളം പെടില്ല, കേരളത്തിൽ നിയമമില്ല. എന്നാൽ പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ ആക്ട് അനുസരിച്ച് 10 വയസ്സിന് ചോടയുള്ളതിനെ കൊല്ലാൻ പാടില്ല കേരളത്തിൽ. കൊന്നാൽ അത് ഫൈനും ജയിൽവാസവും വിളിച്ചു വരുത്തുന്ന കുറ്റകൃത്യമാണ്. എന്നാൽ ഇതാണ് നിരന്തരം നടക്കുന്നത്. കൊച്ചു കുട്ടികളെയാ കൊല്ലണത്, കൊച്ചു കുട്ടികളെ. അപ്പം ഇതിൽ ഗോശബ്ദത്തിൽ പശുവും കാളയേ ഉള്ളൂവെങ്കിലും ഈ പറഞ്ഞ ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളിൽ പോത്തും എരുമയും കൂടി ഉൾപ്പെടും. ഇതാണ് അർത്ഥം, കൃഷിക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് ചില പ്രായപരിധിയൊക്കെ വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കൊല്ലാൻ പല സംസ്ഥാനവും. ഇപ്പോൾ 14 വയസ്സാണ് ആന്ധ്രയിൽ. അതേസമയത്ത് ഗുജറാത്തിൽ, ദില്ലിയിൽ ഒന്നും ഒരു പ്രായമുള്ളതിനെ കൊല്ലാൻ പാടില്ല. 100% വിലക്കാണ് ദില്ലിയിൽ, ഗുജറാത്തിലൊക്കെ. ഈ നിയമങ്ങളൊക്കെ 1950കളിലും 60കളിലും ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ. ഈ അടുത്ത കാലത്ത് ഒരു നിയമം ഉണ്ടായിട്ടില്ല. ഇത് പറയാൻ കാരണം ഈ അടുത്ത് ഭക്ഷണ സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില അസഹിഷ്ണുതാവാദക്കാർ പുറപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഒരു നിയമം പോലും പുതുതായിട്ടുണ്ടാക്കിയതല്ല. ഒക്കെ 1950കളിലും 60കളിലും ചില നിയമങ്ങൾ 70കളിലുമാണ്. അതിനുശേഷം ഒറ്റ നിയമവും ഇല്ല, പുതിയൊരു നിയമം പോലും വന്നിട്ടില്ല. ഇതൊക്കെ നല്ലപോലെ പഠിക്കണം. ശരി. പോത്ത്, എരുമ എന്നീ മൃഗങ്ങളുടെ മാംസം ഗോമാംസത്തിൽ പെടുമോ? അത് ഗോവിൽ പെടില്ല. പക്ഷേ ഇന്ത്യയിലത്തെ നിയമം അനുസരിച്ച് നിരോധിക്കപ്പെട്ടതിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി വരും. വ്യവസ്ഥ ചിലത് 14 വയസ്സ്, ചിലത് 10 വയസ്സ് എന്നുള്ളതാണെന്നും മനസ്സിലാക്കുക. ഗോരോചനമെടുക്കാനായി നിരവധി ഗോക്കളെ കശാപ്പ് ചെയ്തിരുന്നു എന്നൊക്കെയാണ് ചില സംഘടനകൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങയുടെ അഭിപ്രായം എന്ത്? ഗോരോചനം പശുവിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുക. പശുവിൻ്റെയോ കാളയുടെയോ പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്നതാണ് ഗോരോചനം.
പിത്താശയെ കല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഉപരോചനം. അത് കാളേൻ്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ പശുവിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എടുക്കുക. അതിനിപ്പോൾ എന്താ ഇപ്പം പ്രശ്നമുള്ളത്? ഇതൊരു തമ്മിൽ ബന്ധമില്ലാത്ത വിഷയമാണ്. ഇത് ചോദ്യകാരൻ ഇതിൽ ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് ഒരു നിഗമനത്തിലെത്താതെ നമ്മളും മാറ്റി വയ്ക്കുകയാണ്. കാരണം മറ്റു ചോദ്യം ഇതിലില്ല, ഒരു പ്രശ്നവും ഇതിലില്ല. അസഹിഷ്ണുത കാരണം ഇന്ത്യ വിടാൻ തോന്നുന്നു എന്ന് ഫിലിം സ്റ്റാർ അമീർ ഖാൻ പറയുന്നു. അദ്ദേഹത്തിൻ്റെ PK എന്ന സിനിമയിൽ എല്ലാ വിശ്വാസത്തെയും പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഹിന്ദു വിശ്വാസത്തെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് പ്രതിപാദിക്കുന്നത്. എന്നിട്ടാണ് അസഹിഷ്ണുതയെപ്പറ്റി പറയുന്നത്. വിടാലോ, ഒരു കുഴപ്പമില്ലല്ലോ, ഇന്ത്യ വിടാലോ. ആരെങ്കിലും ഇന്ത്യയിൽ പിടിച്ചു വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും? നമ്മളെ ഒരു പൗരനെ പോലും ഇന്ത്യ ഗവൺമെൻറ് പിടിച്ചു വെച്ചിട്ടില്ല. ഈ പറയണ നേരം കൊണ്ടങ്ങ് പോയാൽ പോരെ, ഇതാ സമാധാനമായില്ലേ? ഇതിലെന്തർത്ഥമുള്ളത് പോണേല്? ഇങ്ങനെ പറയണത് വല്ല കാര്യമുണ്ടോ? ഇത് പറയലും ക്ഷണവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് വന്നോളൂ വന്നോളൂ. എന്നിട്ട് എന്തേ പോവാത്ത? ഒരു ഭാഗത്തുനിന്ന് പോകണമെന്ന് പറയാം, മറ്റേ ഭാഗത്തുനിന്ന് വന്നോളൂ എന്ന് പറയാം. എന്നാൽ പറഞ്ഞതിൽ എന്തെങ്കിലും ശുദ്ധി ഉണ്ടെങ്കിൽ അപ്പം പോണ്ടേ? പോയിട്ടില്ല, ഇവിടെ തന്നെയാണ്. കാരണം ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ശാന്തിപൂർണമായി പരസ്പര സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭാരതമാണെന്ന് അനുഭവികൾക്കൊക്കെ അറിയാം. സഹിഷ്ണുതയല്ല, സഹിഷ്ണുത എന്നുള്ള വാക്കല്ല അവിടെ അത്ര യോജിക്കുന്നതല്ല. പരസ്പര സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അംഗീകാരത്തോടെ ജീവിക്കുന്ന രാജ്യം ഭാരതമാണ്. മറ്റെവിടെയാണുള്ളത്? ഒരു രാജ്യം പറഞ്ഞു തരൂ. ഒരു രാജ്യം ഇല്ല. ചോരപ്പുഴകൾ ഒഴുകുകയാണ്. മതത്തിൻ്റെ പേരിലുള്ള കലഹങ്ങൾ മുറുകുകയാണ്. ഒന്നുകിൽ മതം, അല്ലെങ്കിൽ പ്രാദേശികവാദം. അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന വർണ്ണവിവേചനം. മിക്കവാറും മതമാണ്. മതം, പ്രാദേശികത, വർണ്ണവിവേചനം എന്നുള്ളവയാൽ പൊറുതിമുട്ടുകയാണ് ലോകരാജ്യങ്ങൾ. അതിനുപരി നോക്കൂ, ഈ ജാനുവരി 1 മുതൽ നവംബർ 30 വരെയുള്ള കാലത്ത് 11 മാസം കൊണ്ട് അമേരിക്കയിൽ 357 കേസാണ് രജിസ്റ്റർ ചെയ്തത്. എന്തിനെന്നറിയാം? പെട്ടെന്ന് ഒരാൾ തോക്കും അടുത്തങ്ങ് ഇറങ്ങുക, അങ്ങ് വെടിവെക്കുക. ഒരു കാരണമില്ല. എന്താ? എനിക്ക് സഹിക്കില്ല അവരൊന്നും, അതുകൊണ്ട് ഞാൻ അവരങ്ങ് വെടിവെക്കുക. ഹൈസ്കൂൾ കുട്ടികൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾ, വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെയാണ് ഇത് ചെയ്യുന്നത്. 357 കേസാണ് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തത്. കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്താ സംഭവിക്കുകയെന്നറിയില്ല. ഇവിടെ എന്താ സഹിഷ്ണുതയുള്ളത്? എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. അപ്പോഴാണ് അസഹിഷ്ണുതാവാദം ഗംഭീരമായിട്ട്. എന്ന് മാത്രമല്ല, ഈ അസഹിഷ്ണുതാവാദം ഇപ്പോണ്ടായത് അസഹിഷ്ണുത. ഇപ്പോൾ എന്തൊക്കെയാ അസഹിഷ്ണുത? ഒന്ന്, ദളിതർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, അവരെ ചുട്ടുകൊല്ലുകയാണ്. 2, സാഹിത്യകാരന്മാരെ കൊല്ലുന്നു, കൊന്നൊടുക്കുകയാണ്. 3, ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരം പറയണം. ആര് പറയണം? പ്രധാനമന്ത്രി ഉത്തരം പറയണം. അതാ അതിൻ്റെ ഏറ്റവും വലിയ രസം. ഇതിനൊക്കെ പ്രധാനമന്ത്രി ഉത്തരം പറയണം. പ്രധാനമന്ത്രി ഉത്തരം പറയണം. എവിടെയാ സാഹിത്യകാരന്മാർ കൊല്ലപ്പെട്ടത്? ആരാ? സാഹിത്യകാരന്മാർ കൊല്ലപ്പെട്ടിരിക്കുന്നു കർണാടകയിൽ. എന്തൊക്കെ കാര്യകാരണങ്ങളാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഇതിനെപ്പറ്റി വേറെ പ്രകരണത്തിൽ പഠിക്കേണ്ടതാണ്. എന്തു തന്നെയാലും കൊല്ലപ്പെട്ടു.
എവിടെ? കർണാടകയിൽ. ഒരിക്കലും ഒരു സാഹിത്യകാരൻ കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ പേരിൽ കർണാടക ഗവൺമെൻറ്റിനെ കുറ്റം പറയാൻ നമുക്ക് സാധ്യമല്ല. കാരണം ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ഇവിടെ ഒരു തല്ലുംപിടി ഉണ്ടായി. ഇവിടെ ഒരാളൊരു സമൂഹത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ആശയം പറഞ്ഞു, മറ്റൊരു സമൂഹം പ്രശ്നം ഉണ്ടാക്കി, തല്ലുംപിടി ഉണ്ടായി, ഒരാളങ്ങ് ചത്തുപോയി കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് അതിൽ ബന്ധപ്പെടുന്നത്? പാവം, അദ്ദേഹം ബന്ധപ്പെടുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു മോബ് സൈക്കി ഉണ്ടായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായിട്ടുള്ളൊരു സംഘടനമാണ്. അതിന് കേരള ഗവൺമെൻറ് ബാധിക്കുന്നില്ല. എങ്കിൽ തന്നെയും ഒരു ഗവൺമെൻറ്റിനെ പറയാമെങ്കിൽ പറയാവുന്നത് കേരള ഗവൺമെൻറ്റിനെയാണ്. എങ്കിൽ കർണാടക ഗവൺമെൻറ് അല്ലേ ഉത്തരം പറയേണ്ടത്? എന്നിട്ട് കർണാടക ഭരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ തന്നെ പറയുകയാണ് പ്രധാനമന്ത്രി ഉത്തരം പറയണം. അതെങ്ങനെയാപ്പത്? ഗോമാംസം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ അങ്ങ് തല്ലിക്കൊന്നു. ജനങ്ങൾ കൂടി തല്ലി കുത്തിക്കൊന്നു. എവിടെയാണ് നടന്നേ? അത് ദാദ്രിയിൽ. എവിടെയാണ്? ദാദ്രി അല്ല, ഗ്രേറ്റർ നോയിഡ. ഗ്രേറ്റർ നോയിഡയില്ല. അതെന്താ സംഭവം? അത് പശുവിനെ തിന്നു എന്നുള്ള പേരിൽ അങ്ങ് കൊല്ലുക ചെയ്തത്. അയാൾ കൊല്ലപ്പെട്ടത് മുസൽമാനാണ്. രക്ഷയില്ല. മുസൽമാന്മാർക്ക് ഇവിടെ ജീവിക്കാൻ വകുപ്പില്ല. നോക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ അപ്പുറവും ഇപ്പുറവും അസഹിഷ്ണുതയാണ്. അതുകൊണ്ട് മോദി ഇതിന് പ്രധാനമന്ത്രി മറുപടി പറയണം. എടേ, ഗ്രേറ്റർ നോയിഡ വരുന്നത് ഉത്തർപ്രദേശിലാണ്. അവിടെ ഭരിക്കുന്നത് അഖിലേഷ് യാദവാണ്. അത് സമാജ്വാദി പാർട്ടിയാണ്. അവിടെ എങ്ങനെയാണ് മോദി മറുപടി പറയേണ്ടി വരിക? ചിന്തിച്ചു നോക്കൂ. അതങ്ങനെയാ പറയണം. പറഞ്ഞേ മതിയാവും. ഭക്ഷണം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു. അങ്ങനെയുണ്ടോ? ഭക്ഷണം തിരഞ്ഞെടുക്കാൻ നമുക്കൊക്കെ സ്വാതന്ത്ര്യമില്ലേ? എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഒരാൾ പറയുകയാണ് എനിക്ക് കരിങ്കുരങ്ങ് രസായനം ഒന്ന് കുടിച്ച് തടി ഒന്ന് നന്നാക്കണം, ഈ തണുപ്പ് കാലത്തുനിന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സാധിക്കുമോ? അഴിയെണ്ണണം. അല്ലെങ്കിൽ പറയാം എനിക്ക് ഒരു കടുവയുടെ മാംസം കഴിച്ചാൽ തരക്കേടില്ല എന്ന് എനിക്കൊരാഗ്രഹം. സാധിക്കുമോ? ഇല്ല. എനിക്ക് മാനിൻ്റെ മൃഗം ഒന്ന് കഴിക്കണമെന്ന് വലിയ മാനിൻ്റെ മാംസം വളരെ എനിക്കിഷ്ടമുണ്ട്. മൃഗമാംസം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ. കിട്ടിയാൽ തരക്കേടില്ല. സാധ്യമല്ല. അഴിയെണ്ണണം. അപ്പം എന്തും കഴിക്കാനൊന്നും അധികാരമില്ല. നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചേ കഴിക്കാൻ പറ്റൂ. പക്ഷേ ഭക്ഷണ സംബന്ധിയായി മൃഗങ്ങളെ കൊല്ലുന്നത് സംബന്ധിച്ച് ഒരു നിയമം പോലും പുതിയത് ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാം 1950, 60, 70 ഉണ്ടാക്കിയ നിയമങ്ങളാണ്. സംശയമുള്ളവരൊന്ന് വായിച്ച് പഠിച്ചു നോക്കൂ. പിന്നെ ഇപ്പം എന്താ അത് പറയാൻ? അപ്പോഴാണ് ബഹുരസകരമായി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു പ്രസ്താവനയുമായി കേരള മുഖ്യമന്ത്രി വന്നത്. ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ പോലും തകർക്കുന്ന വിധത്തിലാണ് സംഭവങ്ങളുടെ പോക്ക്. എന്താ അത്? ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്ന രീതിയിൽ കേരള ഹൗസ് റെയ്ഡ് ചെയ്തിരിക്കുന്നു പോലീസ്. എന്തുണ്ടായത്? കേരള ഹൗസിലല്ല റെയ്ഡ് നടന്നത്. കേരള ഹൗസിൻ്റെ ക്യാൻറ്റീനിൽ പോലീസ് വന്ന് അന്വേഷിച്ചു. പിന്നെ അന്വേഷിക്കണ്ടേ? കാരണം ദില്ലി എന്ന് പറഞ്ഞാൽ 100% ഗോവധ നിരോധനമുള്ള സ്ഥലമാണ്. 100%. അപ്പം അവിടെ ഈ സ്ഥലത്ത് ഗോമാംസം വിൽക്കപ്പെടുന്നു എന്നൊരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ അന്വേഷിക്കേണ്ടത് ന്യായമായി പോലീസിൻ്റെ കർത്തവ്യമാണ്. അതിന് കേജ്രിവാളിനെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല. ഡൽഹി ലഫ്റ്റനൻറ്റ് ഗവർണറിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അതിന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കിട്ടിയാൽ ആ പോലീസുകാരാ പോയി നോക്കുക. അത് മുഖ്യമന്ത്രിയോട് അറിയിച്ചിട്ടോ പ്രധാനമന്ത്രിയോട് അറിയിച്ചിട്ടോ അല്ല ചെയ്യുന്നത്. പോലീസുകാരുടെ കർത്തവ്യമാണ്. അവർ പോയി അന്വേഷിച്ചു, തിരിച്ചു പോന്നു. അന്വേഷിക്കാൻ കാരണമുണ്ട്. കാരണം ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുക, ഒന്ന് മാത്രം മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുക. അതെന്തിനാ? അത് ഒരു സാമാന്യ ബോധം വേണ്ട. അന്യഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ആ നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണ്ട എഴുതി വെക്കുക. ഇല്ലെങ്കിൽ എല്ലാം മലയാളത്തിൽ വെക്കുക. എന്നാൽ കുഴപ്പമില്ല. ഷെഡ്യൂൾ ലാംഗ്വേജ് തന്നെയാണ് മലയാളവും, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ബാക്കിയെല്ലാം ഇംഗ്ലീഷിൽ എഴുതുക, ഒന്ന് മാത്രം മലയാളത്തിൽ എഴുതുക. എന്ത്? ബീഫ് കറി മലയാളത്തിൽ. അപ്പോൾ അതിലെന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന് പോലീസുകാർക്ക് തോന്നില്ലേ? വന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? ചോദിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അവർ പോവുകയും ചെയ്യും. പിന്നെ അവിടുത്തെ പോലീസ് ആയതുകൊണ്ട് രുചിച്ചു നോക്കാനൊന്നും ഇല്ല. ഇനി അതും പേടിക്കണ്ട. ഒരു കഷ്ണം കുറഞ്ഞു പോകുന്നൊന്നും പേടിക്കണ്ട. അതുമില്ല. കാരണം അവർ തൊടില്ല. ഇതെങ്ങനെയാണ് ഫെഡറൽ സംവിധാനം തകർക്കുന്നതാവുക?
എന്തെങ്കിലും വിടുവായിത്തരം പറയാന്ന് പറഞ്ഞാൽ ഒന്നിലേക്ക് താൻ ഇരിക്കുന്ന ഭരണഘടനാപരമായ പദവിയുടെ മാഹിമയെങ്കിലും ആലോചിക്കണ്ടേ ഒരു മനുഷ്യൻ? അസഹിഷ്ണുതയാ. ഒരു വലിയൊരു ചിത്രം ഉണ്ടാക്കിയിരിക്കുക അസഹിഷ്ണുതയുടെ. ദളിതന്മാർ ചുട്ടുകൊല്ലപ്പെടുകയാണ്. ഏറ്റവും ഖേദകരമാണ്. 2 പിഞ്ചു മക്കള് കൊല്ലപ്പെട്ടു. ആ തീ അകത്തുനിന്ന് വന്നോ പുറത്തുനിന്ന് വന്നോ അതൊക്കെ ഫോറൻസിക് വിദഗ്ധർ പറയട്ടെ, നമുക്കതിലേക്കില്ല. ദുഃഖകരമാണ്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിലെ നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ രേഖകൾ നമുക്കൊക്കെ പരിശോധിക്കാം. പണ്ടാണിച്ചതൊക്കെ കിട്ടാൻ പണിയാണ്. ഇപ്പോൾ ഒക്കെ ഇൻ്റർനെറ്റ് പോയാൽ ആർക്കും കിട്ടും. 950 മുതൽ ഇതുവരെ അട്രോസിറ്റീസ് എഗൻസ്റ്റ് ദളിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യൂ. അതൊക്കെ ആർക്കും ചെയ്യാവുന്നതാണല്ലോ. അപ്പോൾ വരും ഓരോ കൊല്ലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ. അത് വായിച്ചാൽ മനസ്സിലാവും 950 ശേഷം ഈ ഭാഷ സ്വീകരിച്ചാൽ ദളിതർക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ വളരെ കൂടിയിരുന്നു. പിന്നെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് കുറഞ്ഞു വരികയാണ്. ഈ 15 കൊല്ലക്കാലം പലരും ഭരിച്ചിട്ടുണ്ട് ഭാരതം. മൻമോഹൻ സിംഗ് കൂടുതൽ ഭരിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നു. കുറഞ്ഞു വരികയാണ്, കൂടിയിട്ടില്ല. പക്ഷെ തമിഴ്നാട്, കർണാടക, അതിനേക്കാളൊക്കെ കൂടുതൽ ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഇവിടെയൊക്കെ ജാതീയമായ വിവേചനവും പീഡനവും കൊലപാതകവും നടന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ളതാണത്. പക്ഷെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. 10-15 വർഷങ്ങളായിട്ട് കുറഞ്ഞു വരികയാണ്. സന്തോഷകരമാണ്. ഇത്തരം വസ്തുതകളെ പ്രകരണത്തിൽ നടത്തി മാറ്റി ഇതെന്തോ വലിയൊരു ഭീകരത നടക്കുന്നു എന്നുള്ള പ്രചരണം ചെയ്യുന്നതിന് പിന്നിൽ എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ? എന്നിട്ട് അക്കാഡമി അവാർഡുകൾ തിരിച്ചു കൊടുക്കുക. അല്ല, ശരിയാണ്. കിട്ടിയ അവാർഡ് ആരും തിരിച്ചു കൊടുക്കില്ല. വാങ്ങിയ അവാർഡൊക്കെ തിരിച്ചു കൊടുത്തേ മതിയാവും, ഒരു സംശയമില്ല. അത് കഴിഞ്ഞ് പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ തിരിച്ചു കൊടുക്കുക. ഒരു രാഷ്ട്രം ബഹുമാനിച്ച് തനിക്ക് തന്ന പുരസ്കാരം തിരിച്ചു കൊടുക്കുക. എത്ര പേര് ചില്ലാനം കൊടുത്തു എന്നാവോ? ഈ ഫലകം എടുത്ത് കൊടുക്കല്ലാതെ അതിനോടനുബന്ധിച്ച് ചില്ലുവാൻ എത്ര തിരിച്ചു കൊടുത്തു? ഒരു സാമാന്യ മര്യാദ അനുസരിച്ചൊരു മിനിമം പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു കൊടുത്താൽ ഗവൺമെൻറ്റിനൊരു ഇൻകാവുമായിരുന്നു. ചിന്തിക്കുക. ഇതൊക്കെ കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇവിടെ ഇത്രയും ശാന്തിപൂർണമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനെ തിരിച്ചറിയാതെ അസഹിഷ്ണുത എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അസഹിഷ്ണുതയാണ്. വിഷയത്തിൻ്റെ ആന്തരിക തലങ്ങളിലേക്ക് കടന്ന ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ അസഹിഷ്ണുതയുടെ വലിയൊരു ഇര എന്ന രീതിയിൽ ഒരാളുടെ കരിയോയിൽ ഒഴിച്ചിട്ടുള്ള ഫോട്ടോ ഫ്രണ്ട് പേജിൽ വന്ന ദിവസം ഓർമ്മിക്കുകയാണ്. പത്രങ്ങൾ, മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ വിസ്മരിച്ചു പോയൊരു വിഷയമുണ്ട്. യുവസമൂഹത്തെ സംബന്ധിച്ച്, ഭാരതത്തിൻ്റെ വ്യാവസായിക പുരോഗതിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു പങ്ക് വഹിച്ചേക്കാവുന്ന മുദ്രാ ബാങ്കിൻ്റെ 1ാമത്തെ ചെക്ക് വിതരണം ചെയ്ത ദിവസമായിരുന്നു അന്ന്. ആരും കൊടുത്തില്ല, എല്ലാം കരിയോയിൽ കൊടുത്തു. ചിന്തിക്കുക. ഭാരതത്തിൻ്റെ 947 ശേഷം അല്ലെങ്കിൽ റിപ്പബ്ലിക്കായതിനു ശേഷമുള്ള ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വരെ ചിന്തിക്കാൻ പോലും കഴിയുന്നതിനേക്കാൾ അധികം സംഖ്യയുടെ വിദേശ കരാറുകൾ ഈ കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് ഒപ്പിടപ്പെട്ടിരിക്കുകയാണ്. 120 കരാറുകൾ, വ്യത്യസ്ത കരാറുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. 10,000 കോടി രൂപയുടെ കരാറുകൾ. അതിൻ്റെ പ്രായോഗികത വരുമ്പോഴത്തേക്ക് ഭാരതത്തിൻ്റെ എത്ര ഉന്നതിയിലേക്കുള്ള ഉയർച്ച ഉണ്ടാവുക? ഇതൊന്നും നമുക്ക് ചിന്തിക്കേണ്ട, കാണണ്ട.
ISIS ഭീകരന്മാരുടെ നടുക്കിൽ നിന്ന് ഒരു പോറലേൽപ്പിക്കാതെ 300 പേരെ തിരിച്ചു കൊണ്ടുവന്നു. താലിബാൻ ഭീകരരുടെ മധ്യത്തിൽ നിന്ന് തമിഴ്നാട്ടുകാരനായ ഒരു പാസ്റ്ററെ ഒരു പോറലേൽപ്പിക്കാതെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അത് നയതന്ത്ര ബന്ധത്തിൻ്റെ എത്ര വലിയ ഔന്നത്യത്തെ കാണിക്കുന്നതാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കേവലമായ എന്തെങ്കിലും ചില വിധേയത്വങ്ങളെ കൊണ്ടോ മറ്റു ചില എതിർപ്പുകളെ കൊണ്ടോ അസഹിഷ്ണുത എന്ന് ഘോരഘോരം വിളിച്ചു പറയുമ്പോൾ സ്വയം നിന്ദ്യരായി തീരുകയല്ലേ ചെയ്യുക? ഇതൊന്ന് ആലോചിക്കുക. പ്രത്യേകിച്ച് ഫ്രാൻസിൽ നടന്ന അതിഭീഷണമായ ഭീകരമായ ഒരു ആക്രമണത്തെ തുടർന്ന് G20 രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ എല്ലാ രാജ്യങ്ങളും ഇസ്ലാം മതത്തിനെതിരായ നിലപാടെടുത്തപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മാത്രമാണ് ആ നിലപാട് തെറ്റാണ്, ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയോ അവർ മാത്രം കളങ്കിതരെന്ന് പറയുകയോ ചെയ്യരുത്, മറിച്ച് കൂട്ടായി ഭീകരതയ്ക്കെതിരായിട്ടുള്ള യത്നം ചെയ്യുകയാണ് വേണ്ടതെന്ന് പ്രസംഗിച്ചത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, മറക്കരുത്. അത് BJPയുടെ പ്രധാനമന്ത്രിയല്ല, കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയല്ല, മാർക്സിസ്റ്റിൻ്റെ പ്രധാനമന്ത്രിയല്ല, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അഭിമാനിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ രാഷ്ട്രീയക്കാരനായിരിക്കും, പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഈ സാമാന്യമായ ആദരവ് പോലും ഇല്ലാതെയാണ് ഇന്ന് മാധ്യമങ്ങളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്, പ്രസംഗക്കാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മുടെ യശസ് എത്ര താഴ്ത്തിക്കെട്ടും? ചിന്തിക്കുക. അതുകൊണ്ട് അസഹിഷ്ണുതയെ പറ്റിയുള്ളതൊക്കെ നല്ലപോലെ വിചാരം ചെയ്താൽ എത്ര അർത്ഥശൂന്യമാണെന്ന് അല്പം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. കൂടുതൽ ബുദ്ധിയൊന്നും ആവശ്യമില്ല. കുറേ വിസ്തരിച്ചുള്ള ആദ്യകാലത്ത് പടയോട്ടങ്ങൾ നടത്തി അനേകം ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും തകർത്തിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അതിനെല്ലാം ഒരളവോളം പ്രായശ്ചിത്തം ചെയ്ത ആളല്ലേ ടിപ്പു സുൽത്താൻ. ഭരണാധികാരി എന്ന നിലയിൽ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ഇടയിലുള്ള ജാതിപരമായ വിവേചനങ്ങൾ, മറ്റനേകം അനാചാരങ്ങൾ എന്നിവയ്ക്കെല്ലാം അറുതി വരുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന യാഥാർത്ഥ്യം മറക്കാനാകുമോ? അങ്ങനെയെങ്കിൽ ടിപ്പുവിൻ്റെ ജയന്തി ആഘോഷിക്കുന്നതിനെതിരെ ഇത്ര ഒച്ചപ്പാടിൻ്റെ ആവശ്യം എന്ത്? ടിപ്പു സുൽത്താൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നല്ലപോലെ പഠിക്കുക. ഇപ്പോൾ ടിപ്പു മഹാനായി വാഴ്ത്തപ്പെടുകയാണ്. മഹാനായിരുന്നു, ഉദാരതയുടെ ആളായിരുന്നു, ഹിന്ദുക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു. ടിപ്പു സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുണ്ട്. ഞാൻ കോഴിക്കോട് 4 ലക്ഷം ഹിന്ദുക്കളെ മതം മാറ്റിക്കഴിഞ്ഞു. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ കൃപയുണ്ടെങ്കിൽ അടുത്തതായി ഞാൻ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അത് നടന്നിട്ടില്ല. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെ ചുട്ടെരിച്ച ആളാണ് ടിപ്പു. 60,000 സിറിയൻ ക്രിസ്ത്യാനികളെ. തൻ്റെ കാര്യലാഭത്തിന് വേണ്ടി പലരുമായും കൂട്ടുകൂടിയിട്ടുണ്ട്. അതിൽ പരസ്പര സ്പർദ്ധയുടെ പേരിൽ കലഹിച്ചുകൊണ്ടിരുന്ന പല ഹൈന്ദവരായ നാട്ടുരാജാക്കന്മാരും ടിപ്പുവിന് അനുകൂലം നിന്നിട്ടുമുണ്ട്. എന്നിട്ട് കൂട്ടുകാരെ ചതിച്ചിട്ടുമുണ്ട്. ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പടയോട്ടങ്ങളും വഞ്ചനകളും ഒരിക്കലും ശുദ്ധമാക്കാവുന്നതല്ല. കൂടുതൽ ചരിത്രം പഠിക്കുക എന്ന് മാത്രം പറയുന്നു. കൊടവ സമൂഹം 31 പ്രാവശ്യമാണ് ടിപ്പുവെ പരാജയപ്പെടുത്തിയത്. കൊടവ ആധിപത്യമായിരുന്നു കുടക് പ്രദേശത്ത്. 31 പ്രാവശ്യം ടിപ്പുവിൻ്റെ സൈന്യം പരാജയപ്പെട്ടു. കൊടവ സമൂഹത്തോട് ജയിക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ടിപ്പു അവർക്ക് കത്തുകൊടുത്തയച്ചു. നമ്മൾ പരസ്പരം കലഹിക്കേണ്ട കാലമല്ലിത്. കാരണം നമുക്കൊരു പൊതുശത്രുവുണ്ട്, ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് ബ്രിട്ടീഷുകാരോട് എതിരിടാൻ വേണ്ടി നമുക്ക് ഒന്നിക്കണം, നമുക്ക് ചർച്ച ചെയ്യണം. ഭാഗമണ്ഡലത്തിൽ
ഒത്തുകൂടിയ നിരായുധരായ കൊടവ പോരാളികൾ, വിശ്വസിച്ച് വന്നവർ, അവർക്ക് മറ്റൊന്നറിയില്ലായിരുന്നു. അന്ന് കാവേരിയിൽ അവരുടെ രക്തമൊഴുകി. മറക്കരുത്. ബാക്കി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ടിപ്പുവിനെ ഇന്ന് ഉദാര വ്യക്തിത്വമാക്കി തീർക്കാനുള്ള തരം വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് തുല്യമായ രീതിയിൽ ചരിത്രം പഠിക്കുക, പ്രചരിപ്പിക്കുക എന്ന് ഓരോരുത്തരോടും പറഞ്ഞുകൊള്ളട്ടെ. അല്ലെങ്കിൽ ഇന്ന് എഴുതപ്പെടുന്നതാവും നാളെ ചരിത്രമായി മാനിക്കപ്പെടുക. ഇപ്പം തന്നെ നാട് മുഴുവൻ ടിപ്പുവിൻ്റെ പേരിൽ പല സ്മാരകങ്ങളും വന്നു കഴിഞ്ഞു. നല്ലപോലെ ചിന്തിക്കുക എന്ന് മാത്രം പറയുന്നു. സന്തോഷം. നമുക്ക് നാളെ കൃത്യസമയത്തിന് ഒത്തുചേരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.